യേശു ഗന്നസരേത്ത് തടാകക്കരയിൽ നിൽക്കുമ്പോൾ കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ. നിങ്ങൾ ആ പദങ്ങളെല്ലാം ഓരോ പദങ്ങളും ശ്രദ്ധിക്കണം. 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്, സംഭവമാണ്. 5-ാം വാക്യം ഒരിക്കൽ കൂടി നമ്മൾ ഒരുമിച്ച് പറയുന്നു. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കുന്നു. അതാണ് ഇന്ന് രാത്രി നമ്മുടെ കാതലായ ചിന്താവിഷയം. ലലിയ എല്ലാം പരാജയപ്പെടുത്തുന്നിടത്ത് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കും. ആ ചിന്തയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വെൻ എവറിത്തിങ് ഫെയിൽസ് മാസ്റ്റർ വി ടോയിൽ ഫോർ ഓൾ ദ നൈറ്റ് ആൻഡ് ഹാവ് ടേക്കൺ നത്തിങ് എന്നാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഞാൻ അല്പം കഴിഞ്ഞ് വിശദീകരിക്കാം. ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ നിൻ്റെ വാക്കിന് അതേ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. വചനപ്രകാരം ചില ക്രിയകൾ നടക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു. അല്ലെ, അറ്റ് യു വേർഡ്, നിൻ്റെ വചനപ്രകാരം. അതാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്താവിഷയം. അതിൻ്റെ 1-ാം വാക്യം നമുക്കെങ്ങനെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ശക്തമായ ഒരു വചന സന്ദേശമാണ് നമുക്ക് കൈമാറുന്നത്. ദൈവവചനത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കട്ടെ. 1-ാം വാക്യം ഇങ്ങനെയാണ്: യേശു ഗന്നസരേത്ത് അല്ലെങ്കിൽ തടാകലിയിലെ കടലോ ഗന്നസരേത്ത് തടാകരയിൽ നിൽക്കുമ്പോൾ, അവിടെ നിന്ന് വായിച്ച 1-ാം വാക്യം ഇങ്ങനെയാണ്: വലിയൊരു പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് എന്ത് ചെയ്യുകയാണ്? യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ ആ ഭാഗം വിട്ടാണ് വായിക്കാറുള്ളത്. അവിടുത്തെ ജനത്തിൻ്റെ തിക്കും തിരക്കും രോഗശാന്തിക്ക് വേണ്ടിയുള്ള തിരക്കല്ലായിരുന്നു. അവിടുത്തെ ജനത്തിൻ്റെ തിക്കും തിരക്കും അല്ലെങ്കിൽ വിടുതലിന് വേണ്ടിയുള്ള തിരക്കല്ലായിരുന്നു. യേശു പോകുന്നിടത്തൊക്കെ വലിയ ജനസമൂഹമാണ്. യേശുവിൻ്റെ കൂടെ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വലിയ ആൾക്കൂട്ടമാണ്. അതുകൊണ്ടായിരിക്കാം കാനാവിലെ കല്യാണത്തിന് ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ ആൾ വന്ന് കയറിയിട്ടായിരിക്കും വീഞ്ഞൊക്കെ തീർന്നു പോയത്. യേശുവിൻ്റെ പുറകെ ഇങ്ങനെ ആൾ പോകും, ഇഷ്ടം പോലെ ആൾക്കാരാണ്. അവിടെ യേശുവിൻ്റെ സാധാരണ പ്രസംഗത്തിനൊക്കെ 5000 പേരൊക്കെ കൂടുമായിരുന്നു. എനിക്ക് അത്ഭുതമാണ് ഇന്നും. കാരണം നമുക്ക് ഇത്രയും മൈക്ക്, ഇത്രയും സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് പോരാന്നുള്ള ഒരു ചിന്തയാണ്. സാധാരണ പാട്ടുകാരൊക്കെ, ഇവിടുത്തെ പാട്ടുകാർ ശല്യമൊന്നും ഉണ്ടാക്കില്ല. സാധാരണ ഞാൻ ലോകപ്രശസ്തരായ പാട്ടുകാരുടെ കൂടെയൊക്കെ ശുശ്രൂഷിക്കാറുണ്ട്. അവർക്ക് ഇതൊന്നും പോരാന്നാണ് പറയുന്നത്. എപ്പോഴും അവരെ അങ്ങ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ കാണിച്ചുകൊണ്ട് അപ്പം നമ്മളവർക്ക് എഴുന്നേക്കാനായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈ മോണിറ്റർ പോരാ, ഫീഡ്ബാക്ക് പോരാ, ആകെ പ്രശ്നമാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. പ്രസംഗം വല്ല കർമ്മനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ, വേഗം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. നമുക്കിതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം മൈക്കുണ്ടെങ്കിലും മൈക്കില്ലേലും ഒക്കെ ഈ സാധനം പുറത്തോട്ട് വരും. കാരണം നമുക്കറിയാവുന്ന. അപ്പോൾ യേശു 5000 പേരോടൊക്കെ എങ്ങനെ സംവാദിച്ചു എന്നൊക്കെ എനിക്ക് വളരെ അതിശയമാണ്. കാരണം ആലോചിച്ച് നോക്കിയിട്ട് 5000 പേര് ഇരിക്കുന്നിടത്ത് എങ്ങനെയാണ് യേശുവിൻ്റെ പ്രസംഗം? അപ്പോൾ അതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അനങ്ങാതിരുന്നു എന്നുള്ളതാണ്. ആഹാരം പോലും കഴിക്കാൻ ഒരു ദിവസം ആ കുഞ്ഞുങ്ങൾ മറന്നുപോയി. അപ്പോൾ അത്രയ്ക്ക് യേശുവിൻ്റെ പ്രസംഗം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന 1-ാമത്തെ ഭാഗം, വാട്ട് മേക്ക് ദ പീപ്പിൾ ടു ബി സോ അട്രാക്റ്റഡ് ടു ജീസസ് വേർഡ്? യേശുവിൻ്റെ വചനത്തോട് എന്തുകൊണ്ടാണ് ജനത്തിന് ഇത്ര ആകർഷണം തോന്നിയത്? അത് നമ്മൾ അറിയണം. യേശുവിൻ്റെ വചനം എന്ന് പറയുമ്പോൾ യേശു തന്നെ വചനമാണ് ജഡമായി തീർന്നത്. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. എല്ലാ തിരുവെഴുത്തും വചനം പഠിക്കുകയാണ് നമ്മൾ ഇന്ന് രാത്രി. ഞാൻ പറഞ്ഞത് ഇന്നത്തെ പോലെ ഞാനൊരു ഉണർവ് പ്രസംഗമല്ല, നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. കാരണം എല്ലാ തിരുവെഴുത്തും എന്താണ്? ദൈവശ്വാസം എന്ന് പറഞ്ഞാൽ എവ്രി വേർഡ് ഈസ് ഗോഡ് ബ്രെത്ത്ഡ്. ദൈവത്തിൻ്റെ ശ്വാസം. എനിക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വാക്കും പറയാൻ പറ്റത്തില്ല, വായ അടച്ചു പിടിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. വചനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവനാണ്. ശ്രദ്ധിക്കണം അതിലല്ലേ, ദ വേർഡ് ഈസ് ദ ലൈഫ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ഉച്ഛ്വാസമാണ് ദൈവത്തിൻ്റെ വചനം. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസോച്ഛ്വാസമാണ്. ദൈവമാണ് ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പം നിങ്ങളെന്ന് പറയാൻ നിങ്ങളുടെ ജീവനാണ് അല്ലേ? നിങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ എന്താണ്? ജീവനാണ്. ജീവനില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താണ്? വെറും ഡെഡ് ബോഡിയാണ്. ജീവൻ ഉള്ളത്തോളം കാലം മാത്രമേ ഉള്ളൂ നമ്മുടെ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നത്. ജീവനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പുതപ്പിച്ച് കൂടെ കൊണ്ട് കിടത്തും. ബാക്കി എല്ലാത്ത സമയത്ത് നമുക്ക് ജീവൻ ഉള്ളത് അതുകൊണ്ടാണ് വചനം പറയുന്നത്. 150-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം ഒന്നും ഓർഡറിലൊന്നും എഴുതിയതൊന്നുമല്ല. കാരണം 1-ാം സങ്കീർത്തനം ഒന്നാമത് വന്നത് ദൈവത്തിൻ്റെ ഹിതം. അല്ലാതെ 1-ാം സങ്കീർത്തനം ആയിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എഴുത്തുകാർ എഴുതിയതൊന്നും അല്ല. നടപ്പ് നന്നാക്കി കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അവസാനം സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. 150-ാം സങ്കീർത്തനം 6-ാം വാക്യം അവസാനിപ്പിക്കുന്നത് അല്ലെ, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി കാരണമൊന്നും തിരക്കി പോകണ്ട. ജോലി കിട്ടിയവരല്ലേ യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ 10 പേര് സ്തുതിക്കും. ജോലി ഇല്ലാത്തവർ എന്ത് ചെയ്യത്തില്ല? എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ.
അപ്പോൾ ഞാൻ പറയില്ലേ, സൗഖ്യം കിട്ടിയവരെല്ലാം കർത്താവിന് മഹത്വം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യം കിട്ടിയവരെല്ലാം മഹത്വം കൊടുക്കും, കൈയും കാലും അനക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അവിടെ മിണ്ടാതിരിക്കും. പക്ഷേ ഇവിടെ ദൈവം വെച്ച കണ്ടീഷൻ, എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രത്ത് പ്രൈസ് ദ ലോർഡ്. ശ്വാസം വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. എവറിത്തിങ് ദാറ്റ് ഹാസ്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അതാണ് നമ്മുടെ ആരാധനയുടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പം വചനമാണ് ദൈവത്തിൻ്റെ ശ്വാസമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു അല്ലേ, യോഹന്നാൻ 1:4, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ശ്വാസമാണ് വചനം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തിരിക്കുന്ന ഈ 1189 അധ്യായത്തിലെ 31,173 വാക്യങ്ങളും ദൈവത്തിൻ്റെ ശ്വാസമാണ് അല്ലല്ലേ. ഓരോ വാക്യം വായി. അതുകൊണ്ടാണ് ഇന്ന് ആരോ പറഞ്ഞല്ലേ, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെ ദൈവത്തിൽ നിന്ന് വായിന്ന് വരുന്ന എനിക്കിഷ്ടമുള്ള വചനം എന്നല്ല, സകല വചനം കൊണ്ട് അല്ലല്ലേ. എല്ലാ വചനം കൊണ്ടും ജീവിക്കാൻ പഠിക്കണം. ഈ വചനം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ ഉദാഹരണത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞ് തെളിയിക്കാം. നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിലും കുറച്ച് പേരൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യയുടെ പശ്ചാത്തലം ആരുമില്ല നാട്ടിൽ. നിങ്ങൾ ഒരു അത്രയും പ്രായമുള്ളവരധികം പേര് ഇവിടെ ഇല്ല. കാരണം എനിക്ക് നിങ്ങളെല്ലാം ഒരു യങ് ജനറേഷനാണ്. വളരെ സന്തോഷം കാണുന്നില്ല, അത് തന്നെ വലിയ സന്തോഷമാണ്. കാരണം നല്ല എനർജറ്റിക്കാണ് നിങ്ങൾ. നല്ല ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ, നല്ലൊരു സമയമാണ്. അതുകൊണ്ട് സന്തോഷമില്ലേ അത് കേട്ടിട്ട്? അല്ല, നിങ്ങൾ ചെറുപ്പം എന്ന് പറയുമ്പോൾ സ്തോത്രം പറയണ്ടേ. ചെറുപ്പം ആകാൻ വേണ്ടി എന്തെല്ലാം പരിപാടി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തലയിലൊക്കെ അതുമൊക്കെ തേച്ച് വാരി തേച്ചൊക്കെ. ആ സമയത്താണ് നിങ്ങൾക്ക് നല്ല ചെറുപ്പം ദൈവം തന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞത്. ഈ സമയത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടോണം, ഓടിക്കോണം, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തോണം. അപ്പോൾ അങ്ങനെ അല്ലേ, നമ്മൾ നാട്ടിൽ വന്നവരാണ്. നാട്ടിൽ ഈ തൈകളൊക്കെ, തെങ്ങും തൈയും മാവും തൈയും ഒക്കെ നടന്ന് കണ്ടിട്ടുണ്ടോ? ചുമ്മാ പറഞ്ഞ കൈയൊക്കെ പൊക്കിയാട്ട്. കാരണം നിങ്ങൾ ഈ കൈ പൊക്കുന്നതൊക്കെ പറഞ്ഞ് നിങ്ങൾ ജീവനുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം തെങ്ങിൻ്റെ തൈ, മാവിൻ്റെ തൈയൊക്കെ നടി. എന്നിട്ട് അതിന് ചുറ്റും എന്ത് കെട്ടും? അവരൊക്കെ പറഞ്ഞാട്ട് ഒരു വേലി കെട്ടും. എന്തിനാണ് വേലി കെട്ടുന്നത്? നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണല്ലോ. പ്രസംഗം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി പ്രസംഗിക്കണം. എന്തിനാ മോൻ്റെ പേര് എന്തുവായിരുന്നു? സന്ദീപ്. മാറിപ്പോയി ഇപ്പോഴും സന്ദീപ്. ഗിത്താർ വായിക്കുന്ന പോയി. ഇന്ന് വായിച്ചാൽ പറഞ്ഞു. എന്തിനാ മോനെ വേലി കെട്ടുന്നത്? പ്രത്യേകിച്ച് തടസ്സമൊന്നും. വേലി കെട്ടില്ലെങ്കിലും പുള്ളി വളരും. എന്തിനാ പിന്നെ വേലി കെട്ടുന്നത്? നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. കണ്ട, കറക്റ്റ്. ആടും പശുവൊന്നും തിന്നാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തൈ വളരണം, ഈ തൈയിൽ നിന്ന് ഫലം ഉണ്ടാകണം, ഇതിനകത്തുനിന്ന് ഫലം പുറപ്പെടുവിക്കണം. എല്ലാ വിത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഉൽപ്പത്തി 1:14 ദൈവം വൃക്ഷങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വപ്നം പറഞ്ഞു, എല്ലാ വിത്തും അതത് തരം വിത്തുള്ള ഫലം ഉളവാകുന്ന സസ്യങ്ങളും ഉളവാകട്ടെ. ഒരു മാവ് നട്ടാൽ മാവിൽ നിന്ന് മാവ് പ്രതീക്ഷിച്ചാണ് ദൈവം അതിനെ നട്ടിരിക്കുന്നത്. അത് വിശദീകരിക്കേണ്ടതാണ്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ദ സെയിം കൈൻഡ് ഓഫ് സീഡ് ഫ്രം യു. നിങ്ങളിൽ നിന്ന് നിങ്ങളിലുള്ള ദൈവിക സ്വഭാവം പുറത്തു വരണമെന്ന് പറഞ്ഞാണ് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലല്ല ഈ മാവിന് ചുറ്റും വേലി കെട്ടുന്നു, അല്ലെങ്കിൽ പ്ലാവിന് ചുറ്റും വേലി കെട്ടുന്നു. കാരണം ഈ പ്ലാവിനും മാവിനും ഒരു ഭീഷണിയുണ്ട്. എന്താ ഭീഷണി? കാളയും പശു ആടും ഒക്കെ ഒരു ഭീഷണി എല്ലാ കാലത്തും. ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ അതിലേ പോയി ഈ ആടിനെ പിടിച്ച് ഈ തെങ്ങ കെട്ടിരിക്കുന്ന കാണാം. ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പശുവിനെ പിടിച്ച് ഇതേ മാവേ, കാരണം ഭീഷണിയില്ല, കാരണം വളർന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് പ്രാരംഭത്തിൽ നമ്മൾ വചനം കൈക്കൊള്ളേണ്ട രീതിയിൽ കൈക്കൊണ്ട് അതിന് വേലി കെട്ടി അതിന് വളമിട്ട് കൊടുത്ത് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നാളെ ഇന്നലത്തെ ഭീഷണി നമ്മുടെ മുമ്പിൽ ഭീഷണിയേ അല്ല. അതുകൊണ്ടാണ് അല്ലല്ലേ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം അല്ലല്ലേ. എബ്രായർ 2:1 അപ്പോൾ വചനം കൈക്കൊള്ളുന്ന പോലെ തന്നെ വചനത്തിന് വേലി കെട്ടണം. വചനം അല്ലെ ആകാശത്തിലൊക്കെ പറവ കൊത്തിക്കൊണ്ട് പോകാതെ, മുള്ളു ഞെരുക്കിക്കളയാതെ, പാറയുടെ ഇടയിലേക്ക് വീണിട്ട് വേരില്ലാതെ ഉണങ്ങിപ്പോകാതെ ഇരിക്കേണ്ടതിന് കിളച്ചു വളമുള്ള മണ്ണ് പോലെ തന്നെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ വചനം നമുക്ക് ഉപകാരമായിട്ട് ഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ശാന്തമായി വചനത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും നല്ല പ്രഭാഷകൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് അല്ലേ. അപ്പോസ്തലനായ പൗലോസ് വലിയ പ്രഭാഷകനായിരുന്നു. സ്തേഫാനോസ് ഭയങ്കര പ്രസംഗനായിരുന്നു. ഒറ്റ പ്രസംഗം പുള്ളിക്ക് നിർത്താൻ ഒരു താല്പര്യമില്ല. ആൾക്കാരെല്ലാം കൂടെ എറിഞ്ഞിടുമായിരുന്നു. അങ്ങനെ അവസാനം പുള്ളി എറിഞ്ഞാണ് പുള്ളിയുടെ പ്രസംഗം അതിനും ഞാൻ നിർത്തിയേക്കാം. ഇവിടെ സമയമൊക്കെ കറക്റ്റാണ് അല്ലേ. അപ്പം പിന്നെ അങ്ങനെ ആമേനൊക്കെ പുള്ളി പറയത്തില്ല. അപ്പം അങ്ങനെ ആശീർവാദമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രസംഗം തീർക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രസംഗത്തിന് ഇത്ര സമയം വേണമെന്ന്. എനിക്കിവിടെ 1.25 മണിക്കൂറൊക്കെ ഇഷ്ടം പോലെ അവർ തരുന്നുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്. സാധാരണ ഞങ്ങൾക്ക് 20 മിനിറ്റ്സിൽ കൂടുതലൊന്നും പ്രസംഗിക്കാൻ സമയം കിട്ടാറില്ല. നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ദീർഘ സമയങ്ങൾ പ്രസംഗിക്കുന്നത്. 5-6 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം പ്രസംഗത്തിന് സമയമൊന്നും വിഷയമൊന്നുമല്ല. ദൈവത്തിൻ്റെ ഒരു സന്ദേശം നമ്മൾ കൈമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കുക അല്ലല്ല, ഈ സ്തേഫാനോസ്, അപ്പോസ്തലനായ പത്രോസ്, പൗലോസൊക്കെ പ്രഭാഷകരാണ്. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ ജനത്തെ പിടിച്ചു നിർത്തിയത്,
കാരണം പൗലോസിൻ്റെ പ്രസംഗത്തിൽ പോലും ആൾക്കാർ ഉറങ്ങുമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇച്ചിരി പ്രസംഗം നീണ്ടപ്പോൾ യൂത്തിക്കോസ് എന്ന് പറയും യൗവനക്കാരൻ ഉറങ്ങി തറ വീണ്. അതൊക്കെ അതിന് മുമ്പൊക്കെ ഞങ്ങൾ നിർത്തും. കാരണം നിങ്ങൾ അത്രയൊന്നും അവസരം ഞങ്ങൾ തരത്തില്ല. കാരണം ഞങ്ങൾക്കറിയാം എനിക്ക് പിന്നെ ഉയർപ്പിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിർത്തിയിരിക്കും. അങ്ങനെ യേശുവിൻ്റെ പ്രസംഗം അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ പറഞ്ഞ കണക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇരുന്നിങ്ങനെ കേൾക്കുമായിരുന്നു. ആഹാരം കൊണ്ടുവന്ന ചെറുക്കം പോലും അത് കഴിക്കാതിരുന്നാണ് പ്രസംഗം കേട്ടതെന്ന് ആലോചിച്ച് നോക്കിയാൽ അത്ര അപ്പോൾ യേശുവിൻ്റെ പ്രസംഗം 3 പ്രധാന കാരണങ്ങളാണ് ദൈവവചനത്തെ നമ്മിൽ സ്വാധീനം ചെലുത്തുന്നത്. അതാണ് ഇന്ന് രാത്രി ആദ്യമേ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വായിച്ച 1-ാം വാക്യം, വാട്ട് മെയ്ഡ് ദ പീപ്പിൾ ടു ബി സോ അട്രാക്റ്റഡ് ടു ജീസസ് ആൻഡ് ഹീസ് പ്രീച്ചിങ്. യേശുവിൻ്റെ അടുക്കിലേക്ക് എന്തുകൊണ്ടാണ് ജനം ആകർഷിക്കപ്പെട്ടത്? ജനം തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിടുക്കം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തിക്ക് എന്തിനു വേണ്ടി? ഈ ലോകത്ത് നമുക്ക് ഒത്തിരി തിരക്കാണ്. ഗന്നസരേത്ത് തടാകരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തിൻ്റെ തിരക്കും തിക്കും വേറൊന്നിനും വേണ്ടി അല്ലായിരുന്നു. അവരുടെ തിക്കും തിരക്കും ദൈവവചനം കേൾക്കാൻ വേണ്ടിയായിരുന്നു. ഇതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അന്നത്തെ ലോകം സാക്ഷ്യം പറഞ്ഞ, അന്നത്തെ ലോകം മാർക്കിട്ട 3 കാര്യങ്ങൾ. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളാണ്. മത്തായി 7-ന്റെ 28-29 യേശുവിൻ്റെ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ സമാപനമാണ് ആ കുറിക്കുന്നത്. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ യേശുവിന്റെ ഉപദേശം ഗിരിപ്രഭാഷണമായ മത്തായി 5, 6, 7 അധ്യായത്തിൽ യേശുവിൻ്റെ ആ വിശദീകരണം, യേശുവിൻ്റെ ആ ഭാഗ്യവർണ്ണനകൾ, യേശുവിൻ്റെ അല്ലെങ്കിൽ സമാന ഉപമകൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉപദേശത്തെങ്കിൽ ജനം എന്ത് ചെയ്തു? വിസ്മയിച്ചിട്ട് അവർ പെട്ടെന്ന് അതിനൊരു കമന്റ് പറഞ്ഞു. എന്തായിരുന്നു ആ കമന്റ്? അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല. നമ്മുടെ ഇടയിലും പ്രസംഗരൊക്കെ ഉണ്ട്, ശാസ്ത്രിമാർ. അന്നത്തെ കാലത്തെ അറിയപ്പെടുന്ന പ്രീച്ചേഴ്സാണ് സ്ക്രൈബ്സ് എന്ന് പറയുന്നത്. കാരണം ഇവന്മാർക്ക് വേറെ ഒരു ജോലിയില്ല. കാരണം പിന്നെ ബൈബിൾ നോക്കി അല്ലെങ്കിൽ തോറ നോക്കി പകർത്തി എഴുതുകയാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന് പകരമുള്ളത്. കാരണം ഒരു കാര്യം 10 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാണാതെ പഠിക്കും. ഇമ്പോസിഷൻ പറഞ്ഞ സാധനം ഉണ്ടാകുന്നില്ല സ്കൂളിൽ. ജെറി കൈ പൊക്കി. കാരണം പുള്ളിക്ക് അത് മറക്കാനേ പറ്റുന്നില്ല. കാരണം നമ്മൾ പഴയ കാലത്ത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കുമായിരുന്നു? ഒരു കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സാറന്മാർ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? 100 പ്രാവശ്യം നമ്മളതിൻ്റെയൊക്കെ ആൾക്കാരായിരുന്നു, അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. നമ്മളത് എഴുതി കഴിഞ്ഞപ്പോൾ അവസാനം നമ്മളത് കാണാൻ ചെയ്യും, പിന്നെ ഒരിക്കലും മറക്കത്തില്ല. അതുപോലാണ് ഈ സ്ക്രൈബ്സ്. രാവിലെ ഇവന്മാർ കുത്തിയിരുന്നുകൊണ്ട് 50 പേരെ അങ്ങോട്ടിരിക്കും. അവർക്ക് തോറ കൊടുക്കും. ഇവർ പകർത്തി ചുരുളിൽ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പം വചനത്തിൽ അവർക്ക് നല്ല നിശ്ചയമാണ്. അതുകൊണ്ടാണ് യേശു എവിടെ ജനിച്ചെന്ന് അറിയാൻ വേണ്ടി ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും വിളിച്ച ഉടനെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു. യേശു ആരാന്ന് അറിയത്തില്ലെങ്കിലും അവർ പറഞ്ഞു ബേത്ലഹേമിലാണ് ആര് ജനിക്കുന്നത്? പശിക പിറക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇടയിൽ ശാസ്ത്രിമാരുണ്ട്. ഞായറാഴ്ച എഴുന്നേറ്റാൽ അവർ അല്ലെങ്കിൽ ശവത്തിൻ്റെ ദിവസം തോറ നന്നായി വ്യാഖ്യാനിക്കും. അബ്രഹാം അല്ലെങ്കിൽ മെസൊപ്പൊത്താമിയിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ പറഞ്ഞു മലാക്കി വരെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പറയത്തക്കവണ്ണം പ്രാവീണ്യവും പ്രാഗൽഭ്യമുള്ള കരുത്തുറ്റ പ്രഭാഷകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നാം കേട്ട യേശുവിൻ്റെ വചനം ശാസ്ത്രിമാരെ പോലെയല്ല. അവൻ്റെ വചനം അധികാരത്തിൻ്റെ വചനമായിരുന്നു. എന്തുകൊണ്ടാണ് ജനം യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ഇറ്റ്സ് നോട്ട് എ മിയർ സ്പീക്കിംഗ് തിങ്, ഇറ്റ്സ് എ വേർഡ് വിത്ത് പവർ ആൻഡ് അതോറിറ്റി. അവിടെ വചനത്തിന് അധികാരമുണ്ട്. ഇന്ന് രാത്രിയും എൻ്റെ 1-ാമത്തെ സന്ദേശം, ദൈവവചനത്തിന് അന്നും ഇന്നും അധികാരമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് അധികാരത്തോടെയാണ്. ദൈവവചനം കേൾക്കുന്നവർ അത് ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കണം. ഞാൻ കേൾക്കുന്ന വചനത്തിന് എൻ്റെ മേൽ അധികാരമുണ്ട്. കേൾക്കുന്ന വചനം യേശു വചനമാണ്. ആ വചനം എൻ്റെ മേൽ അധികാരമുണ്ട്. ഈ പാട്ടിനകത്ത് ഇന്ന് രാത്രി എത്ര പ്രാവശ്യമല്ലയ അസ്ഥികൾ ചലിക്കുന്നതും നിർജീവത്വങ്ങൾക്ക് ജീവൻ വിൽക്കുന്നതും അല്ലയ നിശ്ചലമായി പോയത് ചാടി എഴുന്നേൽക്കുന്നതുമൊക്കെ പാട്ടിൻ്റെ വരികൾ കൂടി നാം ആവർത്തിച്ച് കേട്ടപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ 5 അധികാരങ്ങൾ പറയുന്നുണ്ടല്ലോ. യേശു പറഞ്ഞല്ലോ, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യർക്ക് അധികാര കൈമാറ്റം നടത്തുമ്പോൾ മത്തായി 28-18 യേശു പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ പ്രധാനമായി 5 അധികാരങ്ങൾ. 5 എന്ന് പറഞ്ഞാൽ സർവ്വത്തിനും മേൽ അധികാരമുണ്ട്. എല്ലാറ്റിനെയും കൂടെ ചേർത്ത് 5 ടൈപ്പ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന്, യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യപുത്രൻ, മത്തായി 9:9 മനുഷ്യപുത്രന് പാപത്തെ മോചിപ്പാൻ അധികാരമുണ്ട്. സ്തോത്രം. 2, യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. അലറി വിളിക്കുന്ന കടലാണെങ്കിലും ആഞ്ഞു വീശുന്ന കാറ്റാണെങ്കിലും അതിനെ ഒറ്റ വാക്കിൽ ശാസിച്ച് നിർത്തുവാൻ യേശുവിന് അധികാരമുണ്ട്. പിശാചിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. 6000 ഭൂതം ബാധിച്ചവൻ അലറിക്കൊണ്ട് ഓടി വരുമ്പോൾ യേശു ഭൂതങ്ങളെ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. യേശുവിന് ആത്മാവിൻ്റെ മേൽ അധികാരമുണ്ട്. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയാണ്, 38 വർഷം കുളക്കരയിൽ കടന്നുപോയ മനുഷ്യനാണെങ്കിലും, 12 വയസ്സായ തകർന്നുപോയ ജീവിതങ്ങളാണെങ്കിലും, 18 വർഷമായി കൂനിയായി പോയതാണെങ്കിലും, അല്ലെങ്കിൽ വർഷങ്ങളുടെ കണക്ക് കർത്താവിന് വിഷയമല്ല. യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ.
ഈ നമ്മുടെ സൗഖ്യം തന്നെ വരുന്നത് വചനത്താലാണെന്ന സങ്കീർത്തനം പറയുന്നത്. 105 സങ്കീർത്തനം 20 വാക്യം, അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി. യേശുവിൻ്റെ ഹല്ലേലൂയ 5-ാമത്തെ അധികാരം, യേശുവിനും മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുണ്ട്. 3 ദിവസമായി മരിച്ചവനെയും ഹല്ലേലൂയ ഉടനെ മരിച്ചവനെയും കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നവനെയൊക്കെ ഉയർപ്പിച്ച് യേശു മരണത്തിന്മേലുള്ള തൻ്റെ അധികാരം വെളിപ്പെടുത്തി. അപ്പോൾ യേശുവിൻ്റെ വചനം അധികാരത്തിൻ്റെ വചനമാണ്. നാം എപ്പോൾ വചനം പറഞ്ഞാലും അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ശക്തി നമ്മൾ ആസ്വദിച്ച് വേണം പറയാൻ വേണ്ടി. അപ്പോൾ ഞാൻ കേൾക്കുന്ന, ഞാൻ പറയുന്ന വചനത്തിന് അധികാരമുണ്ട്. 2, യേശുവിൻ്റെ വചനത്തിന് ജനം മാർക്കിട്ടത് ലൂക്കോസ് 4-22 വാക്യം. ലൂക്കോസ് 4:22. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ. 2, യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തെക്കുറിച്ച് ജനം പറഞ്ഞത് സ്വീറ്റ് വേർഡ്സ് എന്നാണ്, ലാവണ്യ വാക്കുകൾ. അതിൻ്റെ അർത്ഥം മധുരവാക്ക്, ചക്കരവാക്ക്, ആൾക്കാരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു എന്നല്ല, മുറിവുണക്കുന്ന വാക്കുകളായിരുന്നു യേശുവിൻ്റെ വാക്ക്. വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യമുണ്ടാകുന്നത്, നമ്മുടെ മുറിവുകൾ കെട്ടപ്പെടുന്നത്. മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നത് വചനത്താലാണ്. ദൈവമക്കൾക്ക് വചനത്താലാണ് സൗഖ്യവും ആരോഗ്യവും ശാന്തിയും സമാധാനം ഉണ്ടാകുന്നത്. എപ്പോഴെങ്കിലും അല്ലെങ്കിൽ അസ്വസ്ഥതമാകുമ്പോൾ ചെയ്യാൻ പറ്റിയ കുറുക്ക് വഴി വചനം തുറന്ന് എന്ത് ചെയ്താൽ മതി? വായിച്ചാൽ മതി. ഒന്നെങ്കിൽ ഉറക്കമെങ്കിലും വരും. അത് 100% ഉറപ്പാണ്. ഒരു അധ്യായം തീരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യും? എല്ലാ 31-ാം തീയതി സാധാരണ ജനങ്ങൾ കേരളത്തിൽ എടുക്കുന്ന തീരുമാനമാണ്, കർത്താവ് എനിക്ക് കഴിഞ്ഞ വർഷക്കാലം കർത്താവിനോട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് സ്ഥിരം പല്ലവിയാണ്. ഇനിയും ഹല്ലേലൂയ ഒരാഴ്ച ദൈവം തന്നാൽ ഈ വർഷം കർത്താവിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനൊരു തീരുമാനം എടുക്കുന്നു, ഈ വർഷം ബൈബിൾ മുഴുവൻ എന്ത് ചെയ്യും? വായിച്ച് തീർക്കും എന്നൊക്കെ പറയും. എന്നിട്ടും ജനുവരി ഹല്ലേലൂയ കഴിഞ്ഞ് ഫെബ്രുവരിയായി, മാർച്ചായി, ഓഗസ്റ്റ് മാസം 9-ാം തീയതി ആയിട്ടും ഹല്ലേലൂയ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ നിൽക്കുന്ന എത്രയോ പേരുണ്ട്. കാരണം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഈ വചനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വചനം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ അങ്ങ് മാറിപ്പോകും. കാരണം വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ടാണ് ഇത് ലാവണ്യ വാക്കുകളാണ്. ഇത് നമുക്ക് രൂപാന്തരം വരുത്തും. സ്തോത്രം. ഈ വചനമാണ് നമുക്ക് രൂപാന്തരം വരുത്തും. ഞാനിവിടെ കിടന്നുകൊണ്ട് എത്ര എന്തെല്ലാം കഥകൾ പറഞ്ഞാലും ഇൻസ്ട്രക്ഷൻ കൊടുത്താലും കുഞ്ഞുങ്ങളെ അത് പറഞ്ഞാലും ഒന്നും നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാക്കത്തില്ല. രൂപാന്തരം വരുന്ന എന്തിൽ കൂടെയാണ്? വചനത്തിൽ കൂടിയാണ്. എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ ഓർപ്പിക്കുന്ന ഒരു ഉദാഹരണം പറയാം. വചനം എന്ന് പറയുന്നത് യാക്കോബ് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് എ മിറർ എന്ന കണ്ണാടി പോലെയാണ്. കണ്ണാടി കണ്ടിട്ടുള്ളവരുണ്ടല്ലോ. ഈ സാധനത്തിൻ്റെ പേരല്ല പറഞ്ഞത്, മുഖം നോക്കുന്നത് അല്ലേ? കണ്ണാടി നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ണാടി നോക്കി എത്ര പേരുണ്ട്? എല്ലാവരും നോക്കിയിട്ടാ മതി. ഇവിടെ സത്യമായിട്ട് തന്നെ പറയാമോ? കണ്ണാടി നോക്കിയിട്ടാ വരും. എന്തിനാണ് നമ്മൾ ഈ കണ്ണാടി നോക്കുന്നത്? എന്തിനാ? നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് പ്രസംഗിക്കാം. പറഞ്ഞാട്ട് കേട്ടില്ല, ഉറക്കെ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. എന്തിനാണ് നമ്മൾ ഈ കണ്ണാടി നോക്കുന്നത്? ആരെ? നമ്മളെ. ഓക്കെ, അപ്പോൾ അത് നല്ല കാര്യം. അപ്പോൾ അടുത്തന്നെ നമ്മൾ നമ്മുടെ കണ്ണാടി നോക്കുന്നത് നമ്മൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇപ്പം മനസ്സിലായി നിങ്ങളെ ഞാനത് ഡിറൈവ് ചെയ്തിട്ട് ആ ഭാഗത്ത് കൊണ്ട് എന്തിനാണ് വചനം വായിക്കുന്നത്? വചനം ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടി നോക്കുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അല്ലേ? നിങ്ങളുടെ ആകൃതിയിൽ തൃപ്തരായിട്ടുള്ള എത്ര പേരുണ്ട്? ചുമ്മാ കൈവെക്കാനല്ല പറഞ്ഞു, ഞാൻ കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ആരും നമ്മുടെ ആകൃതിയിൽ എന്തല്ല തൃപ്തരല്ല. തെളിയിച്ചു തരാം. കാരണം നമുക്ക് നമുക്കൊരാഗ്രഹമുണ്ട്, നമ്മുടെ മൂക്കിന് ഇച്ചിരി കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ ചെവി ഇച്ചിരി കൂടെ ഒന്ന് നന്നായിരുന്നെങ്കിൽ. ഇപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നത്. നമ്മുടെ മനസ്സിനകത്ത് ഒരു രൂപമുണ്ട്, അതുപോലെ എന്ത് വരുന്നില്ല, ഒത്തു വരുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ഈ സമയം കൂടുതൽ കണ്ണാടി ചെലവഴിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം നോക്കിയാൽ പോരെ. നമ്മളെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം നോക്കിയാൽ മതി. നമ്മൾ ദ മോർ ടൈം യു സ്പെൻഡ് ദാറ്റ് യു ആർ നോട്ട് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ഓൺ ഇമേജ്. അതിനാണ് കടയിൽ കിട്ടുന്ന സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ലോകത്തിലെ അല്ലെങ്കിൽ മരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്കാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത്. കോവിഡിൻ്റെ കാലത്ത് പോലും കോസ്മെറ്റിക്കിൻ്റെ വില ഇടിഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടെ വാരി അവിടെയും തേച്ച് ഇവിടെയും തേച്ച് പുരട്ടി ഏകദേശം, മൊത്തം വരത്തില്ല, ഏകദേശം നമ്മുടെ മനസ്സിലെ രൂപത്തോട് ഒത്തു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാഗ് എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ സമയം ആക്കി തരും അല്ലേ? അങ്ങനെ അപ്പം നമ്മുടെ മനസ്സിനകത്തൊരു രൂപത്തോട് ഏകീഭവിക്കപ്പെടുവാനാണ് നമ്മൾ എന്തിനകത്ത് നോക്കുന്നത്? കണ്ണാടി നോക്കുന്നത്. ഇത് തന്നെയാണ് വചനം ചെയ്യുന്നത്. വചനമാകുന്ന കണ്ണാടി ഞാൻ നോക്കുമ്പോഴാണ് വചനത്തിന് എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നോക്കിയപ്പോൾ എൻ്റെ നാക്കിന് ഇത്ര നീളം വേണ്ട. എൻ്റെ കൂട്ടത്തിലുണ്ട്. വചനം പറയുന്നു നാവ് നന്നായിരിക്കണം, വാക്കുകൾ ചുരുക്കമായിരിക്കണം, എൻ്റെ കൈയുടെ പ്രവൃത്തി ശരിയല്ല, എൻ്റെ നടപ്പ് ശരിയല്ല. ഇതൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വേർവിടുവിക്കുന്ന വരെ തുളച്ചു ചെല്ലുന്ന ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. ഈ വചനം വായിക്കുമ്പോഴാണ് വചനമാകുന്ന കണ്ണാടി പ്രൊജക്റ്റ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഐ ആം നോട്ട് ഐഡൻറ്റിഫൈയിങ് എക്സാക്ട്ലി വിത്ത് ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശിയാകുവാൻ, കൂട്ടാളിയാകുവാൻ വിളിച്ച ഞാൻ യേശുവിനെ പോലെ അല്ല. ഹല്ലേലൂയ. അത് വിടുന്നതുകൊണ്ട് ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും മനസ്സിലാകത്തില്ല. എവരി ടൈം യു ഗോ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ തന്നെ യു വിൽ സീ ദ ഗോഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ലോകത്തിലോട്ട് കയറിയിട്ട് ദൈവവചനത്തിനകത്ത് ദൈവം എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വന്നിട്ട് പറയും, ഹല്ലേലൂയ, ഇത് ശരിയാകത്തില്ല, ഇത് ശരിയാകത്തില്ല, ഇങ്ങനല്ലല്ലോ ജീവിതം. അങ്ങനെ വചനമാകുന്ന കണ്ണാടിയിൽ കൂടെയാണ് നാം ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളയും, കണ്ണിടർച്ച വരുത്തിയാൽ ചൂഴ്ന്ന് കളയും, കാലിടർച്ച വരുത്തിയാൽ മുറിച്ച് കളയുന്ന പ്രവൃത്തികളെയും നോട്ടങ്ങളെയും ചിന്തകളെയും പാവങ്ങളെയും നന്നാക്കുന്ന ശുശ്രൂഷയാ ദൈവവചനത്തിനുള്ളത്. അപ്പം അതുകൊണ്ടാണ് ദൈവവചന പാരായണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചര്യയാക്കി മാറ്റണം. എത്ര അധ്യായം വായിക്കണമെന്നോ എത്ര വാക്യം പഠിക്കണമെന്നും ഞാൻ പറയത്തില്ല. എന്തെങ്കിലും ദൈവവചനത്തിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചേ മതിയാകൂ. ദൈനംദിനം ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിന്, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ലാവണ്യ വാക്കുകളാണ്. സ്നേഹത്തോട് മാത്രമേ ദൈവവചനം സംസാരിക്കാറുള്ളൂ. ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, ശിക്ഷണമുണ്ട്. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ തന്നെ നീ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ് നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. യേശു തന്നെ പറഞ്ഞു യോഹന്നാൻ 17-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ആരാണ്? 15-ാം അധ്യായത്തിൽ നിങ്ങൾ ആരാണ്? ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. ഇപ്പം ശുദ്ധീകരണം, സന്തോഷം വരുന്നതും വചനം കേൾക്കുമ്പോഴാണ്. ലാവണ്യ വാക്കുകളുടെ ഒക്കെ സന്തോഷമുണ്ട്. ഈ സന്തോഷം എങ്ങനെ വരും? നിങ്ങൾക്ക് എപ്പോഴാണ് സന്തോഷം വരുന്നത്? ഇടയ്ക്കിടെ ഞാൻ ചോദ്യം ചോദിക്കുന്നത്, നമുക്കൊരു സന്തോഷമല്ലേ? എപ്പോഴാണ് നമുക്ക് സന്തോഷം? നല്ല സന്തോഷമുള്ള കാര്യം പറയുമ്പോഴേ, ജോലി പോയി എന്ന് പറയുമ്പോൾ എത്ര പേര് ചിരിക്കാറുണ്ട്? ആരും ചിരിക്കാറില്ല. എന്നാലും എൻ്റെ ജോലി പോയല്ലോ എന്നൊക്കെ പറയും അല്ലേ? ഇപ്പോൾ ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? സന്തോഷം വരാറുണ്ട്. സ്തോത്രം. അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് സന്തോഷം വരാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്ന സന്തോഷം രണ്ട് രീതിയിലാണ്. വചനത്തിൻ്റെ സന്തോഷം ജീവിതകാലത്ത് ഒരിക്കലും വേദന മാറ്റാത്തതാണ് ദൈവിക സന്തോഷം. ആർ യു വിത്ത് മീ? പേടിയുണ്ടോ ഈ പറഞ്ഞതിനകത്ത്? എവറി ടൈം വി നീഡ് ടു ഗോ ത്രൂ എ പെയിൻ പ്രോസസ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദ ബൈബിൾ ഡിഫൈൻ ആസ് എ ജോയ് ഇൻ ദ ലോർഡ്. ദൈവവചനത്തിലെ ദൈവത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് വേദന ഒഴിഞ്ഞിട്ടൊരു കാലമില്ല. വായിച്ചോട്ടെ, യോഹന്നാൻ്റെ സുവിശേഷം അതിനകത്ത് കാണത്തില്ല, ഞാൻ കുറിച്ച് വെച്ചാൽ യോഹന്നാൻ 15-ാം അധ്യായത്തിലേക്ക് വരാം. യേശു പറഞ്ഞു, യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഞാനിത് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകേണ്ടതിനും നിങ്ങൾക്ക് സന്തോഷം നിലനിൽക്കേണ്ടതിനുമാണ് ഞാൻ നിങ്ങളോടിത് സംസാരിച്ചത്. അപ്പം നമുക്ക് ഞാനും പാസ്റ്ററിനെ റിജുവും കൂടെ വർത്തമാനം പറയുകയാണ്, ഞങ്ങളിവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം അടുത്തിരിക്കുന്നതുകൊണ്ട് മനുപർവ്വം വയ്ക്കാം. എന്നാലും ആ പാസ്റ്റർമാർ എന്നോട് എന്തോ പറഞ്ഞ് ചിരിച്ച് ഞങ്ങളോട് അറിഞ്ഞാലും ഞങ്ങൾക്കൂടെ ഒന്ന് സന്തോഷിക്കാമായിരുന്നു. അപ്പോൾ യേശുവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, അല്ലേ, ഞാൻ നിങ്ങളോട് ഇത് സംസാരിച്ച് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാൻ, നിങ്ങളുടെ സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കേട്ടവർക്കെല്ലാം ഭയങ്കര ആശ്ചര്യമായി. എന്താ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഇത്രയും സന്തോഷിക്കാനും നിലനിൽക്കുന്ന സന്തോഷം. ആ സന്തോഷിക്കുന്ന കാര്യം ആ 15-ാം അധ്യായത്തിൻ്റെ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഇനി 2-ാം വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കാത്തത് ഞാൻ വെട്ടിക്കളയും, കായ്ക്കുന്നതൊക്കെയും ഇനി കായ്ക്കുന്നത് എന്ത് ചെയ്യും? അധികം ഫലം ഈ കായ്ക്കേണ്ടതിന്. രണ്ട് കാര്യം ദിവസവും നടന്നുകൊണ്ടിരിക്കും. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഗെറ്റിംഗ്. ഹല്ലേലൂയ. ആംബിൾ ജോയ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നത് കായ്ക്കാത്തത് വെട്ടിക്കളഞ്ഞുകൊണ്ടേ ഇരിക്കും, കായ്ക്കുകയാണ് എന്ത് ചെയ്യും? വീണ്ടും ചെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും കത്തി ഒഴിഞ്ഞിട്ട് നേരമില്ല. അല്ലല്ലേ? ഫലം കായ്ച്ചാൽ അധികം ഫലം കായ്ക്കേണ്ടതിന് പ്രൂണിങ്, അല്ലല്ലേ? ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കും. കായ്ച്ചില്ലെങ്കിലോ ഒന്നെങ്കിൽ കട്ട് ഓഫ് ചെയ്യും, ഇല്ലെങ്കിൽ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നും എന്തെങ്കിലും ഒരു ദുഃഖം തന്നേ ദൈവം നമ്മളെ പണിതെടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് ശരീരത്തിൻ്റെ വേദനയായിരിക്കാം, മനസ്സിൻ്റെ വേദനയായിരിക്കാം. കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ യാത്രയിൽ വൈഷമ്യമുള്ള ഘട്ടങ്ങളിൽ എപ്പോഴും ദൈവം നമ്മെ അങ്ങനെ പണിത് ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ദൈവമക്കളുടെ ആഘോഷം എന്ന് പറയുന്നത് വേദനയുടെ നടുവിൽ കൂടെയാണ്. ഒരു പഴയ പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർന്ന് പാടാമല്ലോ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, ആശ്വസിച്ചാനന്ദിക്കും ഞാൻ സദാ, ആനന്ദിക്കും ഞാൻ സദാ, അനാദിനാഥനേശു എൻ ധനം, അന്യനായി ഭൂവിലം നാൾ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലം നാൾ,
ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അതെങ്ങനെ അറിയാം? നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും ഓ യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതലറിയും ഞാൻ. യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതലറിയും ഞാൻ. അനാദിനാ യേശു എന്താനാ അന്യനായി ഭൂവിലും നാൾ. ധന്യനാ ക്രിസ്തുവിൽ സദാ അന്യനായി. ഹല്ലേലൂയ. ഓ ധന്യ ക്രിസ്തു. ഒരിക്കൽ കൂടെ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലോ. വിഷമമുള്ളതെങ്കിലും ഓ വിലയുണ്ടതിനു. ആ വിശ്വസിച്ച ആശ്വസിക്കും ഞാൻ സദാ. വിശ്വസിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എന്താനാ അന്യനായി ഭൂവിലും നാൾ. ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. എന്നുള്ള ശോധന നൽകുന്ന വേദന സഹിക്കാൻ പറ്റാത്തതിനപ്പുറത്താണെങ്കിലും അതിന് പൊന്നിനേക്കാൾ വിലയുണ്ട്. നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, അന്ന് നാം വിളിച്ചു പറയും ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കായിരുന്നുവെന്ന്. ഹാലേലൂയ. കടന്നുപോയ സകല വൈഷമ്യമേടുകളെയും നന്മയാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അവൻ്റെ വചനം ലാവണ്യവാക്യങ്ങളാണ്. അവൻ്റെ വചനം അല്ലെങ്കിൽ മുറിവുണക്കുന്ന വചനങ്ങളാണ്. അല്ലെങ്കിൽ പീഡിതരെ സ്വതന്ത്രരാക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. യേശുവിൻ്റെ വചനത്തെ ജനത്തോട് ചേർത്ത് നിർത്തിയതിൻ്റെ മൂന്നാമത്തെ കാരണം, ജനം തിരുക്കത്തോടെ വന്നതിൻ്റെ കാരണം, മണ്ണുകൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെന്ന് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 66 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടി സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ജനത്തെ യേശുവിനോട് ചേർത്ത് നിർത്തിയതിൻ്റെ കാരണം, യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ, പ്രഭാഷണത്തിൻ്റെ, യേശുവിൻ്റെ വചന പഠിപ്പിക്കലിൻ്റെ പ്രത്യേകത അത് നിത്യജീവൻ്റെ മൊഴികളായിരുന്നു. മണ്ണുകൊണ്ട് അവസാനിക്കാത്ത, മണ്ണിൽ ഒതുങ്ങിപ്പോകാത്ത താൽക്കാലിക ഭദ്രതയും മണ്ണിൽ പൊട്ടിമുളയ്ക്കുന്ന ആഡംബരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും വാക്കുകളല്ല. യേശുവിൻ്റെ വചനം നിത്യതയുടെ തുറമുഖത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നതായിരുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെ സത്യത്തിൽ നമുക്ക് വേണ്ടത്. നിത്യതയുടെ ഒരു കാഴ്ചപ്പാട് വേണം ജീവിക്കുക. ഒരു താൽക്കാലിക സംവിധാനങ്ങളാണ്. ഏത് രാജ്യത്ത് ദൈവം നമ്മെ കൊണ്ടുപോകിയാലും കർത്താവിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി കാനഡയെ കൊണ്ടുവരണം നിർബന്ധമൊന്നും ഇല്ല. കാനഡ ഉണ്ടാകട്ടെ ഒന്നും യേശു പറഞ്ഞത്. ഹല്ലേലൂയ. ഉണങ്ങിയ നിലം പൊങ്ങി വരട്ടെ. നിലൻ്റെ കൂടെ ഉണ്ട്, പണം കൊന്തിയല്ല കേട്ടോ. അപ്പം ദൈവത്തിന് നിങ്ങളെ എവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എൻ്റെ പിന്നെ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ ഈ മണി ഗോഡ് ഹാസ് ബ്രോട്ട് യു ഇൻ ദിസ് ലാൻഡ്, ഹി ബ്രോട്ട് വിത്ത് എ പേർപ്പസ്. ആ പർപ്പസോട് കൂടിയാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിവർത്തിക്കണമെന്ന് നിങ്ങളെക്കാൾ നിർബന്ധം ദൈവത്തിനുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലല്ലിയ. നമ്മൾ കടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ്, ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അല്ലല്ലേ, പല സ്ഥലത്ത് ഞാൻ 17 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പപ്പ പാസ്റ്റർ ആയിരുന്നുകൊണ്ട് 17 സ്കൂളിൽ ഞാൻ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം 6 മാസം 3 പപ്പായുടെ ഗുണം കൊണ്ടും സൗക്കാരുടെ ഗുണം കൊണ്ടും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം. അപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. കാരണം സ്ഥിരമായിട്ടെങ്ങും താമസിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ പോയപ്പോഴാണ് 4 വർഷം ഒരുമിച്ച് അടുപ്പിച്ച് പഠിച്ചപ്പോഴാണ് കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടിയത്. അപ്പം അതൊക്കെ വളരെ തീരാ ദുഃഖങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. പിന്നീട് ഞാൻ പാസ്റ്ററായപ്പോൾ എനിക്ക് പല പട്ടണങ്ങളും മാറിപ്പോകേണ്ടി വന്നപ്പോൾ അന്നത്തെ പരിശീലനമൊക്കെ ദൈവം എന്നെ എനിക്ക് വളരെ ഉപകാരമായി മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ കരം തൊടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിത്യജയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഇന്ന് എനിക്ക് തോന്നുന്നു ആരോ ഒരു ദേവദാസ് ഇവിടെ പറഞ്ഞത് എപ്പോഴും ഓർപ്പിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്ന് ഒരു കുരുടനെ, ഹല്ലേലൂയ, യേശു ഒരു കുരുടനെ വിളിച്ചിരുത്തി. വെറുതെ വഴിയെ പോയ ശല്യം വിളിച്ചു വരുത്തിയ പോലെ ശിഷ്യന്മാർക്ക്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു കുരുടൻ ഇരിക്കുന്ന കണ്ടത്. നമുക്ക് ഇങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ ഒന്നൊരു താഴ്ച കണ്ട ഒരു കമൻറ്റ് പറഞ്ഞില്ലേ നമുക്ക്? നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, നമുക്കെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ കാര്യം പറയുന്നത്. നമുക്കൊരു സ്വസ്ഥ വരത്തില്ല. ഒരു പ്രസംഗത്തിന് താഴെ എന്ത് തുടരണം, നമുക്കൊരു കമൻറ്റ് എടുത്ത് കാണാതിരുന്നാൽ പോരെ. വെറുതെ കമൻറ്റ് ഇടുകയാണ്, വെറുതെ അല്ലേ അഭിപ്രായം പറയാറുണ്ട്. അവർ പറഞ്ഞു, ഗുരു ഇവൻ കുരുടനായി പിറക്കത്തക്കണം ആര് പാപം. യോഹന്നാന്റെ ശേഷം 9-ാം അധ്യായത്തിൻ്റെ ഒന്നുകൂട്ടുള്ള വാക്യങ്ങളാണ്. ഗുരു ഇവൻ കുരുടനായി പിറക്കത്തക്കണം ആര് പാപം ചെയ്തു, ഇവനാണ് അവൻ്റെ
അമ്മയപ്പന്മാരാണ്. ഉടനെ യേശു അവിടെ നിന്നു. അല്ലെങ്കിൽ യേശു അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. യേശു നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വിഷയം ഏറ്റെടുക്കാൻ പോവുകയാണ്. നാട്ടുകാർ വിരൽ ചൂണ്ടിയോ അത് ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. അല്ലല്ലേ, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരും എന്ത് ചെയ്തിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മഹത്വം ഞാനിവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതിനകത്താണല്ലോ ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല. ഇവൻ്റെ 40 വർഷത്തെ അന്ധകാരം എൻ്റെ പ്രവൃത്തിയുടെ വഴിയായിരുന്നു. അങ്ങനെ പറയുവാൻ നാം പഠിക്കണം. Everything happened to my life, hallelujah, because it is well organized and ordained by God. The steps of a righteous man, they are ordained of God, hallelujah. നീതിമാന്റെ പാതകളൊക്കെ ദൈവം നടത്തിയതാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്, ഈ പട്ടണത്തിൽ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു കൂട്ടത്തിൽ നിങ്ങളെ ആക്കിയത്, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അതിൻ്റെ അടുത്ത പേജ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ആകുലപ്പെടുന്നത്? ഇന്ന് വരെ ഉള്ളതെല്ലാം ദൈവം പറഞ്ഞതുപോലാണ് സംഭവിച്ചതെങ്കിൽ അടുത്ത പേജുകൾ കടക്കാൻ പോകുന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ എഴുതി വച്ചതൊക്കെ അവൻ തുറക്കും. എഴുതി വച്ചതുപോലെ തന്നെ സംഭവിക്കും. ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കും? ഞാൻ എൻ്റെ കരം നീട്ടും, ആരതിനെ ദുർബലമാക്കും? സൈന്യങ്ങളുടെ യഹോവയല്ലയോ അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. നടന്നുപോയ വഴികളും കടന്നു വന്ന പാതകളും പാന്താവുകളും ഒക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണെങ്കിൽ വരുവാനിരിക്കുന്നതും ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. 2027 എന്ത് നടക്കും, 2035 എന്ത് നടക്കും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്ന് സന്ധ്യാസമയത്ത് വരെ നടത്തിയ ദൈവം മേലാലും നടത്താൻ വിശ്വസ്തനാണ്. ദൈവം അവധി എടുത്തൊന്നും പോയിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ അവധി എടുത്തിട്ടില്ല. ദിനം പ്രതി നടത്തുന്ന ദൈവമാണ്. ദൈവത്തിന് വേണമെങ്കിൽ ചാക്ക് കണക്കിന് മന്ന ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക്. ഏതായാലും ഇമാർ 40 വർഷം തല്ലിപ്പൊളികളാണ്. ഇരിക്കട്ടെ, ഒരു 2 ട്രക്ക് മന്ന ഇമാർ തന്നെ കഴിച്ച് മടിച്ച് ചാവട്ടെ. ഇല്ല, ദൈവം അതാത് ദിവസത്തെ മന്നയാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതാത് ദിവസം, ഓരോ ദിവസവും വേണ്ടതെല്ലാം. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ സന്തോഷിക്കണം. നാളെയെക്കുറിച്ചുള്ള ആകുല ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് മാറണം. ഇവിടെ ഇരുന്നുകൊണ്ട് എത്രയൊക്കെ ആലോചിച്ചാലും നാളെ ഇങ്ങോട്ട് വരത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ചെന്നേ ഒക്കത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അന്നേക്കുള്ളത് ദൈവം നടത്തിക്കൊള്ളും. തിരിഞ്ഞു നോക്കിയാട്ടെ, ഇന്നലകളിൽ പിടിച്ചു നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് എത്രയോ സ്ഥലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ദൈവം പ്രാപ്തി തന്നു. അല്ലല്ലേ, ഈ രാത്രി കഴിഞ്ഞു കിട്ടുമോ എന്ന് ഭയപ്പെട്ടിടത്ത് പുത്തൻ പ്രഭാതം കാണുവാൻ ദൈവം നിനക്ക് അവസരം തന്നില്ലേ? ഹല്ലേലൂയ. ഈ ആയുസ് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഇനിയും പ്രതീക്ഷയില്ല. നേരത്തെ നാം കേട്ടതുപോലെ അസ്ഥി ഉണങ്ങി എണ്ണം അധികമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റും ഇടയിൽ കൂടെ നടന്നിട്ട് അതിൻ്റെ പെരുങ്കാഴ്ച കണ്ട് ഭയപ്പെട്ടിടത്തല്ലേ ഇന്ന് അത് കൈപിടിച്ച് തുള്ളത്തക്കവണ്ണം ദൈവം നിനക്ക് ആരോഗ്യവും ആയുസും തന്നെങ്കിൽ ആ ദൈവം ജീവിക്കുന്നു. എത്ര പേർ അതിനെ ഉയർത്തി പറയും, എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, ഉന്നതൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ പ്രവൃത്തി നിത്യതയുടെ പ്രവൃത്തിയാണ്. ഈ മണ്ണ് കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ദൈവം നമുക്ക് സ്വപ്നം തന്നിരിക്കുന്നത്. ദൈവം തന്ന ആയുസിനായി സ്തോത്രം. ഹല്ലേലൂയ. കുറച്ച് നാളൊക്കെ ഈ മണ്ണിൽ ജീവിക്കാതെ ആയുസ് തരുന്നു. വചനം പറയുന്നത് 7, 10, 7, 80 ഇച്ചിരി കൂടുതൽ ജീവിച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാം അനുഭവിക്കുന്നു, നമുക്കൊരു പ്രശ്നമില്ലല്ലോ, എത്ര വേണേലും ജീവിച്ചോ. പക്ഷേ ദൈവം തരുന്ന ആയുസ് സന്തോഷത്തോടെ ജീവിച്ചോണം. ഹല്ലേലൂയ. ദീർഘായുസിന് വേണ്ടി 90 വയസ്സുള്ള അപ്പച്ചനോടും ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം ദീർഘായുസിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന്. കാരണം ആൾക്കാർക്ക് ജീവിച്ച കൊതി തീർന്നിട്ടില്ല. മരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാം ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിനും അല്ലെങ്കിൽ ഈ ആറ്റിച്ചാടി പോകുന്നതിനും കുട എടുത്തോണ്ടാണ് പോകുന്നത്. മഴ പെയ്താൽ നനയൊന്ന് ഓർത്തുണ്ട് അല്ലേ? ട്രെയിന് തലവെക്കാൻ പോകുന്ന ഹെൽമെറ്റ് വെക്കുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ മരിക്കാനൊക്കെ ഉള്ളുകൊണ്ടൊന്നും പേടിയാ മനുഷ്യർ, മരണഭീതി അതൊക്കെ ഒന്ന് മാറിയിട്ട് ഇവിടെ പറയുന്നത് നിത്യതയുടെ ദർശനത്തിൽ വേണം ജീവിക്കുവാൻ. ഇപ്പം യേശുവിൻ്റെ വാമൊഴികളൊക്കെ നമ്മെ സ്വർഗരാജ്യത്ത് കല്ലറയ്ക്കപ്പുറത്ത് ചലിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഈ മണ്ണ് കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതം. താൽക്കാലികമാണ്. ഇവിടുത്തെ ജീവിതമൊക്കെ താൽക്കാലികമാണ്. കുറേ ഇവിടെ കഷ്ടവും പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്നൊക്കെ പറന്നു പോകേണ്ടവരാണ്, സ്വർഗത്തിൽ പോകേണ്ടവരാണ്. ആ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നോളാം. സ്വർഗത്തിൽ പോകേണ്ടവരാണ്. നമ്മൾ സ്വർഗീയന്മാരാണ്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. വി ആർ ഹ്യൂമൻ ബീയിങ്. ഐ എം ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. തെറ്റിദ്ധരിക്കരുത്. അയ്യോ ഈ പാസ്റ്റർ എന്തോ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യത്വമില്ലാത്ത പാസ്റ്റർ എന്തോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഹ്യൂമൻ ബീയിങ് അല്ല, നിങ്ങൾ ഹെവൻലി ബീയിങ് ആണ്. മനുഷ്യ ശരീരമുള്ള സ്വർഗീയന്മാരാണ്. നമ്മൾ ഇരുത്തിയിരിക്കുന്നത് തന്നെ സ്വർഗ്ഗ സ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത്. അല്ല, രക്ഷിക്കപ്പെട്ടവർ എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗ്ഗ സ്ഥലങ്ങളിൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്ക് ദൂതന്മാരെ കാവലാക്കിയത്. മിനിമം 2-3 ദൂതന്മാരൊക്കെ ഉണ്ട്. ഇടത്തും മലത്തും സൂക്ഷിച്ചുകൊണ്ടിരുന്നോണം കേട്ടോ. ആരുണ്ട്? ദൂതന്മാരൊക്കെ ഉണ്ട്. നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് പിന്നെ യേശു പറഞ്ഞെന്താണ്? അവരുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം ദിവസം കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആൾക്കാരോടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നുണ്ട്,
നിങ്ങൾ അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജിനേക്കാൾ എത്രയോ 5G or 6G യെക്കാട്ടി ഫാസ്റ്റായിട്ടാണ് ഇത് സ്വർഗത്തിൽ ചെല്ലുന്നത്. ഇന്ന പുള്ളി ചാക്കോച്ച മറിയാമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് ആയിട്ട് സൂക്ഷിച്ച് വേണം. നിങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിയിലെ ചിന്തകളെന്നൊക്കെ പറയുന്നത്. നമ്മൾ നിത്യതയ്ക്കുള്ളവരാണ്. അങ്ങനെ വേണം ജീവിക്കുവാൻ വേണ്ടി. പ്രത്യാശയുടെ ഗാനങ്ങളൊക്കെ പാടി രാവിലെ എഴുന്നേറ്റ് നമ്മൾ പാടി. എന്ത് സന്തോഷമായിരുന്നു ഇന്നത്തെ പാട്ടൊക്കെ. ഇന്ന് ഈ ദിവസങ്ങളിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ലയോ, വലിയ വലിയ കണ്ടീഷനൊക്കെ പോകുന്നു. എന്നാലും എനിക്ക് നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ ആരംഭ ദിവസം തൊട്ട് ഇന്ന് വരെയുള്ള പാട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത്രയും നേരം നിൽക്കാനുള്ള ആരോഗ്യം ദൈവം തന്നതിനായി സ്തോത്രം. 1 മണിക്കൂറൊക്കെ നിർത്തിയത് എന്നെ സാധാരണ പാട്ടുകാരോട് മനസ്സിലങ്ങ് കലിപ്പാണ്. കാരണം ഞാൻ പിന്നെ 1.5 മണിക്കൂർ നിൽക്കണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇരിക്കാം. ഞാൻ ആരംഭത്തിൽ 1 മണിക്കൂർ നിൽക്കണം, അത് കഴിഞ്ഞ് ഇവിടെ 1 മണിക്കൂർ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, വന്നപ്പോൾ തൊട്ട് ഞാൻ നിൽക്കുമല്ലേ. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് എനിക്കിത് ഒരു ഫീലും ചെയ്തേ ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രസംഗകർ ലേറ്റായിട്ട് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബായൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് സവായൊക്കെ തുടങ്ങി കഴിയുമ്പോഴേ അവരെന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. ഞാൻ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം എനിക്കൊന്നും ഫീൽ ചെയ്തു പോലുമില്ല. എന്തോ ഒരു രസമായിരുന്നു അറിയാമോ പാട്ടൊക്കെ പാടി, വളരെ ഹാർമണി ആയിട്ട്, ഒരു ഷോയും ഇല്ലാതെ. ഐ എൻജോയ് ദ പ്രസൻസ് ഓഫ് ദി ലോർഡ്. ഐ അപ്രിഷിയേറ്റ് യു. ദൈവം തന്ന താലന്തുകൾക്കായി സ്തോത്രം. ദൈവം നിങ്ങൾക്ക് തന്ന സ്വരത്തിനായി സ്തോത്രം. അതിലൊക്കെ ഏറെ അർത്ഥസമ്പുഷ്ടമായ ആത്മാവിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ 3 ഭാഗം. 1 അധികാരത്തിൻ്റെ വചനമാണ്. 2 യേശുവിൻ്റെ വചനം ലാവണ്യ വാക്കുകൾ, മുറിവുണക്കുന്ന സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ വാക്കുകളാണ്. വചനം കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ടാകും. എപ്പോൾ വചനം കേട്ടാലും നമുക്ക് ആശ്വാസമുണ്ടാകും. വചനം നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഇവിടം കൊണ്ടല്ല എൻ്റെ ജീവിതം അവസാനിക്കുന്നതല്ല. ഈ കുറച്ച് നാളത്തേക്കുള്ളൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ്. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും, കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം കേൾക്കേണ്ടതിനാണ് ജനം യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നത്. സോ നിങ്ങൾ എല്ലാ പ്രാവശ്യവും ആലയത്തിൽ വരുന്നത് വചനം തുറക്കുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് വേണം വചനം വായിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷിപ്പിച്ച വാക്യമൊന്നും പറഞ്ഞുകൊണ്ട് ആരും വന്നേക്കല്ല. ഇനി അതും മുടങ്ങി. നിങ്ങളെ സാധാരണ സന്തോഷിപ്പിക്കുന്ന എവിടുന്നാണ് വാക്യം? പാസ്റ്ററെ, സഭയിലൊക്കെ സാധാരണ എല്ലാവരും സന്തോഷിപ്പിക്കുന്ന എവിടുന്നാണ് വാക്യം? നിങ്ങളുടെ ബൈബിളൊന്ന് അടച്ചു വെച്ചിട്ട് നോക്കിയാട്ട് വയറുന്തി പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? കാരണം സ്ഥിരം നമ്മൾ എവിടുന്നേ വായിക്കത്തുള്ളൂ, സങ്കീർത്തനെ വായിക്കത്തുള്ളൂ. നല്ല അകലമുള്ള അക്ഷരം, വായിക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. അതിനകത്ത് പല വാക്യങ്ങളുണ്ട്, വായിക്കാറില്ല. അവൻ്റെ ഭാവി കുടുംബം മുടിഞ്ഞു പോകട്ടെ, അവൻ്റെ ഭാര്യ തിരികല്ല് പൊടിക്കട്ടെ എന്നൊക്കെ, അതൊന്നും നമ്മൾ വായിക്കാറില്ല. ബാക്കിയൊക്കെ കാരണമുള്ള പ്രസംഗങ്ങളൊക്കെ നമുക്കുണ്ട്, നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട്. തൊട്ടപ്പുറത്ത് സദൃശവാക്യമുണ്ട്, നമ്മൾ ഇതുവരെ അത് സന്തോഷിപ്പിച്ചിട്ടേ ഇല്ല. കാരണം 2 തരത്തിലാണ് വചനം. 1 വചനം സന്തോഷിപ്പിക്കും, 2 വചനം ശുദ്ധീകരിക്കും. നമുക്ക് ഈ സന്തോഷിപ്പിക്കുന്ന വചനം മാത്രമേ ഇഷ്ടമുള്ളൂ, ശുദ്ധീകരിക്കുന്ന ഇതുവരെ ഞാനിപ്പോൾ ഇത് 33.5 വർഷം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ സ്വദേശത്തും വിദേശത്തുമായിട്ട് ഇന്ന് വരെ ഒരു സവായത്തിനും കേട്ടിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച എന്നെ ശുദ്ധീകരിച്ച വചനം. എല്ലാവരും എന്ത് ചെയ്യുന്ന വാക്കിയാണ്. ഞാനൊരു പാസ്റ്റർമാനല്ലേ ഓക്കെ, പാസ്റ്റർ മക്കൾക്ക് അറിയാം. ഈ ഞായറാഴ്ച സഭായോഗത്തിന് പായിടുന്നൊക്കെ ആരുടെ ജോലിയാണ് അന്നത്തെ കാലത്ത്? പാസ്റ്റർമാരുടെ ജോലിയാണ് അല്ലേ? അപ്പോൾ ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വട്ടം കാണും, ഇങ്ങനെ എണ്ണ തേച്ചോണ്ടാണ് വരുന്നത്, തലയിരുന്നതിൻ്റെ ആ ഭൂമി പടമൊക്കെ കാണും. അത് കഴിഞ്ഞ് പായിടുമ്പോഴാണ് അറിയുന്നത് പല പായ്ക്കും വള്ളിയില്ല. ഇതെല്ലാം സന്തോഷിപ്പിച്ച വാക്യത്തിന് അടയാളം വെക്കുന്ന. കാരണം ഇന്നത്തെ പോലെ ബുക്ക് മാർക്കൊന്നും ഇല്ലല്ലോ, ബൈബിൾ മാർക്കൊന്നുമില്ല. ഇപ്പം സഭായത്തിന് ഇരിക്കുമ്പോഴാണ് സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വള്ളി മുറിച്ചിട്ട് എന്ത് ചെയ്യും? അടയാളം വെക്കും. അങ്ങനെ സ്ഥിരം സന്തോഷിപ്പിച്ച് കഴിഞ്ഞ പ്രബോധനമൊക്കെ കഴിയുമ്പോഴത്തേന് പായല്ല ഇങ്ങനെ ഇന്ത്യയുടെ ഭൂപടമായിട്ടൊക്കെ ഇരിക്കുന്ന കാണാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്നതായിരിക്കണം വചനം. ദൈവവചനം നിമിത്തം നമുക്കൊരു ശുദ്ധീകരണം ഉണ്ടാകണം, സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ തന്നെ നമുക്ക് രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. പത്രോസ് പറയുന്നത് നിങ്ങളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തുകൾ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഹല്ലേലൂയ, വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വേണം വളരാൻ വേണ്ടി. അപ്പോൾ വചനത്തിലാണ് നമ്മുടെ ജനനം നടന്നത്, വചനത്തിലാണ് വളർച്ചയും വചനത്തിലാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ആൾ കൂടി വന്നത്, വചനം കേൾക്കുവാൻ വേണ്ടി ആളിൻ്റെ വലിയ തിരക്കായത്. അപ്പം 3 കാര്യങ്ങൾ ഞാൻ പറയാം. അത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം. സ്തോത്രം. നിങ്ങളുടെ പ്രായമുള്ളവർ ശ്രദ്ധിക്കണം. എല്ലാ വചന വായനയ്ക്ക് മുമ്പും 3 കാര്യങ്ങൾ ഉറപ്പാക്കണം. പണ്ട് കോവിഡിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഫോണൊക്കെ കയ്യിലെടുത്ത പാസ്റ്റർമാർ ഭയങ്കര കലിപ്പ് അരിച്ചുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫോൺ കയ്യിലെടുത്താട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എല്ലാവരും സ്ക്രീൻ ഓൺ ചെയ്താട്ടെ എന്നൊക്കെ സൂമിൽ കൂടെ പറയുന്ന കാലമായി. കാരണം ഇവർ വേണ്ടാന്ന് പറഞ്ഞവർ തന്നെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കും. വീട്ടിൽ TV ഉള്ളവനൊക്കെ കർത്തമേശ കൊടുക്കാത്ത കാലമുണ്ട്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളെല്ലാവരും വീട്ടിൽ എന്ത് ചെയ്യണം, മോണിറ്റർ വാങ്ങിച്ച് വെക്കണം, കാരണം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിരുന്നു. പക്ഷേ ഇവർക്കറിയാതെ, ഈ പാസ്റ്റർമാർക്ക് ആരും ചെന്ന് പറയില്ല കേട്ടോ, ലൈവ് പോയാലും കുഴപ്പമില്ല അല്ലേ. ഈ പാസ്റ്റർമാർക്കറിയാത്തൊരു കാലമുണ്ട്. കോവിഡിൻ്റെ സമയത്ത് ഒരു കാര്യം വിശ്വാസം പഠിച്ചു, പാസ്റ്റർ ഇല്ലെങ്കിലും സഭായം നടക്കുന്നു. എൻ്റെ കൂട്ടത്തിലുണ്ടേ അല്ല. അന്നേരം അവർക്ക് മനസ്സിലായത് ഈ സഭാഹോളിനകത്ത് ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും വലിയ കാര്യമൊന്നും അല്ല. വീടിൻ്റെ സ്വാഭാവികത്ത് ഇരുന്നാൽ എന്ത് നടക്കും? ഞാൻ എന്നെ അല്ലല്ലേ, ഞങ്ങൾ വലിയ ചർച്ചയാണ് അല്ലല്ലേ ഈ അല്ലല്ലേ. ഒരു 2000 എനിക്കറിയാം അതിനകത്ത് എത്ര ഇഷ്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എണ്ണിയിട്ടുണ്ട്.
കാരണം വേറെ ആരും കേൾക്കാനില്ലല്ലോ. എത്ര ഫാൻ ഉണ്ടെന്നറിയാം, എത്ര ലൈറ്റ് ഉണ്ടെന്നറിയാം. ഇതൊക്കെ പഠിച്ചത് കോവിഡിൻ്റെ സമയത്താണ്. കാരണം വേറെ ആരുടെ മുഖത്ത് നോക്കാനില്ല, സ്ക്രീനെ മാത്രം നോക്കി പ്രസംഗിച്ച കാലഘട്ടം. പറഞ്ഞു വന്നതിൻ്റെ കാരണം, വചനം വായിക്കുന്നതിന് മുമ്പ് മിനിമം 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങൾ. ഇത് ചെയ്തിട്ടേ വചനം വായിക്കാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ വേണം വചനം പഠിപ്പിക്കാൻ. നല്ല ബുദ്ധി ഉണ്ടാകും കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ പറയാം. എൻ്റെ അമ്മ ഈ കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത്. 7000 വാക്യം എന്നെ കൊണ്ട് കാണാൻ പഠിപ്പിച്ചു, എൻ്റെ 15 വയസ്സിനുള്ളിൽ. എനിക്ക് പോലും ഇപ്പോൾ പേടിയാവുന്നത് അത് ഓർത്തിട്ട്. കാരണം എന്നും എന്നെ കൊണ്ട് ഇതാണ്, വാക്യം പഠിപ്പിക്കുന്നതായിരുന്നു ജോലി. അതുകൊണ്ട് ഇന്ന് പ്രസംഗത്തിന് ഞാൻ ഉപദേശിയാവാൻ വേണ്ടിയല്ല പഠിച്ചത്, പക്ഷേ ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങി നിന്നപ്പോൾ അതൊക്കെ പ്രയോജനമായി മാറി. ഈ ബുദ്ധി വർദ്ധിക്കുന്നത്, ഞാൻ നമ്മുടെ ബുദ്ധി വർദ്ധിക്കുന്നത് വചനം വായിക്കുമ്പോഴാണ് ബുദ്ധി വർദ്ധിക്കുന്നത്. വചനം വായിക്കണം. 119 സങ്കീർത്തനത്തിൻ്റെ അല്ലല്ലേ കുഞ്ഞുങ്ങളെ, ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ, അല്ലേ? പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, എന്നല്ലേ സീക്രട്ടാ, പുറത്തും വിടല്ലേ. കാരണം 119 സങ്കീർത്തനം 99 വാക്യം ഇല്ല വായിച്ചില്ല, ഞാനങ്ങ് പറയാം. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കും. എൻ്റെ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് എന്തുകൊണ്ട്, ഐ ഹാവ് മോർ അണ്ടർസ്റ്റാൻഡിങ് ദാൻ മൈ ഓൾ ടീച്ചേഴ്സ്. പഠിപ്പിക്കുന്നവരെക്കാൾ ബുദ്ധി കിട്ടണം എന്നുണ്ടെങ്കിൽ വചനം വായിച്ചുകൊണ്ടിരിക്കണം, ധ്യാനിക്കണം. ഇപ്പം ടീച്ച് യുവർ ജനറേഷൻ. ഒരു വാക്യമെങ്കിലും മനഃപ്പാഠം പഠിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാട്ട് അവരെ പഠിപ്പിക്കുന്നവരെക്കാട്ടി അവർക്ക് ബുദ്ധി ഉണ്ടാകുമെന്ന്. അടുത്ത വാക്യം 99, 100, 101 3 വാക്യം വായിച്ചാൽ വയോധികന്മാരെക്കാൾ വിവേകമുള്ളവനായി മാറും. അപ്പോൾ 119 സങ്കീർത്തനം തന്നെ വചനത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വചനത്തെ എത്ര മകിറ്റം നിങ്ങൾക്ക് എല്ലാം പറയണമെന്നൊന്നുമില്ല. ചിലപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കര വഴക്കുണ്ടായിരുന്നു. വചനം പറയുമ്പോൾ വള്ളി പുള്ളി തെറ്റിച്ച് അവർ വഴക്ക് പറയും. ഞാൻ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയെ വന്നപ്പോഴാണ് എല്ലാവർക്കും എന്തുകൊണ്ട് വേർഷനുണ്ട്. കിങ് ജെയിംസിനും ഉണ്ട് വേർഷന്, ക്യൂനും ഉണ്ട് വേർഷന്, മക്കൾക്ക് മരുമക്കൾക്കൊക്കെ എന്തുകൊണ്ട് ഫസ്റ്റ് വേർഷനുണ്ട്. എവിടെ ചെന്നാലും പുതിയ വേർഷനാണ്. അവസാനം ഞാൻ എൻ്റേതായിട്ടൊരു വേർഷൻ എടുത്തു. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ മതിയല്ലോ. കാരണം ആശയം തെറ്റിപ്പോകരുത്, കോണ്ടസ്റ്റ് മാറിപ്പോലെന്നേ ഉള്ളൂ. അതുകൊണ്ട് വചനം നിങ്ങൾക്ക് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ വഴക്കായിരുന്നു. ആദിയിലാണ് ദൈവം ആകാശത്തെ ഭൂമിയെ നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വചനം വായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വചനം മലളിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വചന ധ്യാനം, വചന പഠനം നിങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കും. ഇനി 3 കാര്യങ്ങൾ എപ്പോൾ ബിഫോർ യു ഓപ്പൺ യുവർ ബൈബിൾ യു നീഡ് ടു മെഡിറ്റേറ്റ് ദിസ് 3 വേഴ്സസ്. 3 കാര്യം ഓർത്തിരിക്കണം. 119 സങ്കീർത്തനത്തിന്റെ 18 വാക്യം, ഒന്നാമത്തെ ചിന്ത. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇത് പറയാതെ ബൈബിൾ വായിക്കരുത്. ജസ്റ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ജസ്റ്റ് സീ ഓർ സ്റ്റഡി സം സ്റ്റോറീസ് ഫ്രം ദ ബൈബിൾ. അല്ലെങ്കിൽ ബൈബിൾ നമുക്ക് പഴങ്കഥയായി മാറും. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഏതോ ഒരു മലഞ്ചെരുവിൽ 5000 പുരുഷന്മാരെ സ്ത്രീകളെയും യേശു പോഷിപ്പിച്ചു. അതിന് ഞാനെന്താ വേണം? ഞാനിവിടെ 3 നേരം കഴിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. ഒരു പഴങ്കഥയായിട്ട് നമുക്ക് മാറും. പക്ഷേ വചനത്തിനകത്തോട്ട് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ 5000-ൽ ഒരാളായിട്ട് നിങ്ങൾ മാറും. പത്രോസിനെ പോലെ നിങ്ങളും ആൾക്കാരുടെ മുമ്പിൽ വചനം വിളമ്പുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ആ ബാലനെ പോലെ നിങ്ങളുടെ കയ്യിലുള്ള താലന്തുകളെ ദൈവസ്ഥലിൽ കൊണ്ടുവരും നിങ്ങൾക്ക് തോന്നും. യു വിൽ ബിക്കം എ പേഴ്സൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലെ വ്യക്തിയായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ വചനത്തിൻ്റെ ലോകത്തിലേക്ക് ചെല്ലണം. 2000 വർഷം 4000 വർഷം പഴക്കമുള്ള പുസ്തകമായിട്ടല്ല, ജീവന്റെ പുതുക്കത്തിൻ്റെ വചനമായി മാറും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വചനത്തിനകത്ത് അത്ഭുതം കിടപ്പുണ്ട്. അല്ലല്ലേ, ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് യുവർ വേർഡ്. അല്ലെങ്കിൽ നിന്റെ വചനത്തെ കാണാൻ, അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യണം? ഓപ്പൺ മൈ ഐസ്. ഈ പറയുന്നത് പുറമെയുള്ള കണ്ണിനെ കുറിച്ചല്ല പറയുന്നത്, എന്നാലും അക്ഷരീയമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഓപ്പൺ മൈ ഐസ്. എപ്പോഴും പ്രാർത്ഥിക്കണം. ഏത് വാക്യം വായിച്ചാലും ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മം വെളിപ്പെടുത്തണമേ, ഇതിനകത്തുള്ള ദൈവ ഉദ്ദേശം വെളിപ്പെടുത്തണമേ, ഇതിനകത്തുള്ള ദൈവാലോചന എന്നെ കേൾപ്പിക്കണമേ, ഇതിനകത്തുള്ള ദൈവകൃപ എനിക്ക് മനസ്സിലാകണമേ എന്ന് പറഞ്ഞു വേണം വായിക്കുവാൻ. തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. 2:40 സങ്കീർത്തനം 6 വാക്യം. എൻ്റെ പ്രസംഗം തീർന്നില്ല, എനിക്ക് വിഷയമൊന്നുമില്ല, പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. പിന്നെ 40 സങ്കീർത്തനം 6 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, നീ എൻ്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. യു ഹാവ് ഓപ്പൺ മൈ ഇയേഴ്സ് എന്ന. 2ാമത്തെ പ്രാർത്ഥന, കർത്താവ് എൻ്റെ ചെവി ഒന്ന് തുറക്കണേ എന്ന. നേരം വെളുത്ത വൈകുന്നേരം വരെ എന്തെല്ലാം കേട്ടിങ്ങനെ തഴമ്പിച്ചിരിക്കുക നമ്മുടെ ചെവി. അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ് ഈ പ്രസംഗം ഒന്നും കേട്ട ചെവിയിലോട്ട് നിങ്ങൾ തല ഉൽക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച പാസ് എന്താ പ്രസംഗിച്ചു? എവിടെ പോയി? അത് കാക്കൊത്തിക്കൊണ്ട് പോയി. അല്ലല്ലേ, പാവം ഇരുന്ന് രാവിലെ പ്രാർത്ഥിച്ച് ഉപസിച്ചായിരിക്കും ഒരു വചനം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എന്താ? അതുകൊണ്ട് ഞങ്ങൾക്കൊരു സുഖമാണ്. പിന്നെ അതെന്ത് ചെയ്യാൻ പറ്റും? പാസ്റ്റേ, പ്രസംഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഗുണമുണ്ട്. ഇത് പിന്നെ ഈ ലൈവൊക്കെ പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഞങ്ങൾ വേറെ ടെക്നിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടുന്ന് തുടങ്ങിയത് അടുത്ത പ്രാവശ്യം ഇവിടുന്ന് മേലോട്ട് തുടങ്ങും. പിന്നെ ആരും ഉറങ്ങത്തില്ലേ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വചനം കേൾക്കാൻ വേണ്ടി ചെവി എന്ത് ചെയ്യണം? തുറക്കണം, അല്ലേ? ഈ ആഴ്ച മലയാളത്തിൽ പ്രസംഗിച്ചത് അടുത്ത ആഴ്ച ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. അപ്പോഴും ആൾക്കാർ ഓർക്കും പുതിയ പ്രസംഗമാണെന്ന്.
ഇനി പ്രസംഗിക്കേണ്ടെന്ന് വെച്ചാൽ പോലും വിശ്വാസം വിടുവോ? കർത്താവ് ഞങ്ങളുടെ ദൈവദാസന് പുതിയ ദൂത് കൊടുക്കണമെന്ന്. നമ്മൾ ഏതോ ഒരു പഴയതും തപ്പിക്കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അപ്പോൾ പറയും കർത്താവ് ഇന്ന് വരെ കേൾക്കാത്ത, ഇന്ന് വരെ പറയാത്ത പുതിയൊരു ദൂത് ദൈവദാസന് കൊടുക്കണമെന്ന്. നമ്മൾ പെട്ടുപോയില്ലേ? പിന്നെ പറയും കർത്താവ് ദൈവദാസനെ എവിടെ നിർത്തിക്കണം? പുൽപ്പിറ്റിൻ്റെ പുറകിലല്ല, ക്രൂശിൻ്റെ പുറകിൽ. ഞങ്ങൾക്കൊന്നും കാണണ്ട, ക്രൂശിനെ മാത്രമേ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് വിശദീകരിച്ച് ഞാൻ അങ്ങോട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം ഇവിടെ ഈ ദൈവദാസൻ പറയും എൻ്റെ ചെവിയെ എനിക്ക് തുറക്കണം, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ചെവി തുറക്കണം. നമ്മുടെ ചെവി എന്ന് പറഞ്ഞൊരു ടഫ് ഓർഗനാണ്. എല്ലാവർക്കും ചെവി ഉണ്ടല്ലോ, അല്ലല്ലേ? ഇതല്ല ചെവി, ഇത് കണ്ണാടി വെക്കാനും നാട്ടിലെ സാറുമാർക്ക് തിരിക്കാനോ. ഇതല്ല സത്യത്തിൽ ചെവി എന്ന് പറഞ്ഞ് ഇതിനകത്താണ് ചെവി, ഇയർ ഡ്രം എന്ന് പറയുന്നത്. 15,000 ഡിഫറെൻറ്റ് അല്ലല്ലേ സൗണ്ട്സ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന സയൻസ് പറയും. 15,000 സൗണ്ടെങ്കിലും ഇതിന് തിരിച്ചറിയാൻ പറ്റും. അതിൽ വഴിയെ മോട്ടോർ ബൈക്കൊക്കെ പോകുന്ന നാട്ടിലെ പിള്ളേർ പറയും ഏത് ബ്രാൻഡാന്ന് പറയുമല്ലോ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ? കാറിൻ്റെ സൗണ്ട് കേട്ടാൽ പറയും ഈ കീബോർഡ് ഇവരെല്ലാം നല്ല വാക്കി, ഇത് കീ എന്ന് എനിക്കറിയത്തുള്ളൂ, പക്ഷേ ഒരു ശകലം കീ തെറ്റി ഇവർക്ക് അറിയാൻ പറ്റും. ഇത്രയും ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് വേരിയേഷൻ അല്ലേ? എന്നാലോചിച്ച് നോക്കിയേ അല്ലേ? ഭാര്യ വിളിക്കുന്നതും പട്ടി കുരയ്ക്കുന്നതും ഒരുപോലെ ആയിരുന്നെങ്കിലോ? അല്ലേക്കേ അച്ചായം വർത്താനം പറഞ്ഞതും പശു അമർന്നതും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, ഒരുപോലെ ആയിരുന്നെങ്കിലോ? പിള്ളേരുടെ ശബ്ദവും കാക്കയുടെ ശബ്ദവും ഒരുപോലെ ആയിരുന്നെങ്കിലോ? അതൊക്കെ ആലോചിച്ച് നോക്കണം. ഇതെല്ലാം സൃഷ്ടിച്ചപ്പോൾ ദൈവം ഇതിനൊക്കെ പ്രത്യേകം ശബ്ദം കൊടുത്തല്ലേ പാസ്റ്ററെ? ഇതെല്ലാം കൊടുത്തു. അപ്പോൾ ഏത് പക്ഷിക്കാർ നിങ്ങൾക്ക് ആലോചിച്ചു, രാത്രി 12 മണിക്ക് ഒരു കോള് വരിക, നിങ്ങൾ കോളർ ഐ ഡി ഒന്ന് നോക്കുന്നത്, അയ്യോ മറിയാമയല്ലേ? എങ്ങനെയാണ് മനസ്സിലായത്? ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായത് ഈ ശല്യം ഇപ്പോഴാണ് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം, സ്ഥിരമുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമുക്ക് കാണാതെ നമ്പറൊന്നും അറിയത്തില്ല. പണ്ട് നമുക്ക് എത്രയോ ടെലിഫോൺ നമ്പർ കാണാതെ അറിയായിരുന്നു. ഇപ്പം നമുക്കിതൊന്നും അല്ലേ? ക്ലോക്കിൻ്റെ ഉപയോഗം മാറി, കാൽക്കുലേറ്ററല്ല, ഒരു സാധനവും ഇല്ല, ആകെ അല്ല ഈ ഫോണിനകത്താണ് കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ആരുടെയെങ്കിലും സ്വന്തം ഭാര്യയുടെ നമ്പർ പോലും അറിയണമെങ്കിൽ എവിടെ നോക്കണം? ഇനി ആലോചിച്ച് നോക്കിയാൽ സ്വന്തം ഭാര്യയുടെ നമ്പർ കാണാതെ അറിയുന്ന എത്ര പേരുണ്ട്? ബുദ്ധിമുട്ടാണെന്ന്, കാരണം 10 ഡിജിറ്റ് കൊണ്ട് അറിയത്തുമില്ല ഇതൊക്കെ. അപ്പം ഇതൊക്കെ എന്നാലും നമുക്ക് ശബ്ദം തിരിച്ചുതരാം. അങ്ങനെ എത്ര പേരുടെ സൗണ്ട് നിങ്ങൾക്ക് എത്ര രാത്രിയാണേലും, എനിക്ക് എൻ്റെ ചർച്ചയുള്ള മിക്കവാറും പേരുടെ എല്ലാ പിള്ളേരുടെ പേരും അറിയാം, സൗണ്ടും എനിക്കറിയാം, നിങ്ങൾക്കും അറിയാൻ പറ്റും എല്ലാവരും. ഇതൊക്കെ തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇത്രയും ശബ്ദം ഈ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൈ വെക്കണം. ഞാൻ പറയാൻ പോകുന്നതിൻ്റെ കാരണം, നാട്ടിലുള്ള സകല ശബ്ദവും നിങ്ങൾക്ക് തിരിച്ചറിയാം, സകല പക്ഷികളുടെ ശബ്ദം തിരിച്ചറിയാം, സകല മൃഗങ്ങളുടെ ശബ്ദം തിരിച്ചറിയാം, സകല മനുഷ്യരുടെയും ശബ്ദം വേർതിരിച്ചറിയാം, പ്രായവ്യത്യാസമില്ലാതെ. ഇങ്ങനത്തെ സംവിധാനമുള്ളതാണ് നമ്മുടെ ചെവിയെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവശബ്ദം തിരിച്ചറിയുന്നൊരു സെൽ ഇതിനകത്തുണ്ട്. ദൈവം വിളിക്കുമ്പോൾ അല്ലല്ലേ മനസ്സിലാകുന്ന ഒരു ശബ്ദം, എത്ര തിരക്കിൻ്റെ നടുവിലും ദൈവം വിളിച്ചാൽ തിരിച്ചറിയുന്ന, അത് തിരിച്ചറിഞ്ഞവരാണ് അടിയനിതാ എന്ന് പറഞ്ഞത്, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞത്. ജീവിതത്തിൻ്റെ അർദ്ധരാത്രികളിലും അലളിയ ഇരുണ്ട മണ്ഡലങ്ങളിലും വെളിച്ചമുള്ള സമയങ്ങളിലും ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന് ഈ സംസാരിക്കാൻ വേണ്ടി ആൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് പേരുണ്ടല്ലോ, നിങ്ങളൊരു 10 പേരിന്ന് ഉറങ്ങിയാൽ ഞങ്ങൾക്ക് എന്തോ മനസ്സിലാവും? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലാകും പ്രസംഗം നിർത്താനാണ്. ചിലരാണിങ്ങനെ വാച്ചൊക്കെ ഇങ്ങനെയൊക്കെ നോക്കി സമയം നോക്കുന്നത്, സമയം അറിയാൻ വേണ്ടി എന്നല്ല നോക്കുന്നത്, ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് സമയം ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ നോക്കുന്നത്. ഇപ്പം പിന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല അല്ല. ദൈവത്തിൻ്റെ ഒരു സഭയിൽ അല്ലല്ലേ 75% ആൾക്കാർ ഉറങ്ങാൻ തുടങ്ങി. ആകെ ആ മീറ്റിങ്ങിന് പാസ്റ്റർ 4 പേരെ ഉള്ളായിരുന്നു മീറ്റിങ്ങിന്. അത് 3 പേരും കൂർക്കം വലിച്ച് ഉറങ്ങിയാണ്. ഞാനാണെങ്കിൽ ആശ്വാസം പറഞ്ഞാൽ ദൈവം വിട്ടില്ല. ഈ ഉണർന്നിരുന്ന ഒരാളോട് സംസാരിച്ചു. നിങ്ങൾക്കറിയാവുന്ന മറുരൂപമലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരും കൂർക്കം വലിച്ച് ഉറങ്ങുക. അതും ബോധം കെട്ട ഉറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് യേശു മാത്രം ഉണർന്നിരുന്നു. പിതാവായ ദൈവം തന്നോട് സംസാരിച്ചു. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഈ ഇതൊന്നും വിഷയമൊന്നുമല്ല, ഉണർന്നിരിക്കുന്നവരോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെവി, നിങ്ങളുടെ ചെവി, അതുകൊണ്ടാണ് 7 സഭകൾക്ക് ദൂത് പറഞ്ഞത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവവചനം കേൾക്കാൻ വേണ്ടി ചെവി തുറന്നിരിക്കണം. അബ്രഹാമിൻ്റെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് പറഞ്ഞതല്ല. നമ്മുടെ വീട്ടിൽ 2 പിള്ളേർ, പാസ്റ്റർ വീട്ടിലൊരു മോളെ ഉള്ളു, നിങ്ങളുടെ പറഞ്ഞ വീട്ടിൽ 2-3 പിള്ളേരൊക്കെ ഉണ്ട്. എൻ്റെ കൊച്ചു പിള്ളേർ, എൻ്റെ മക്കൾ ചെറുപ്പമായിരുന്നപ്പോൾ ഇമാരുടെ ബഹളം കൊണ്ട് വീട് കീഴ്മേ മറിക്കുന്നൊക്കെ പറയത്തില്ല അല്ലേ? അപ്പം അങ്ങനൊരു ബഹളമാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഫോൺ ചെയ്താൽ ഞാൻ പിള്ളേരോട് ആംഗ്യം കാണിക്കും, മക്കളെ വായെന്ന് അടച്ച് വെക്ക്, ഡാഡി ലെറ്റ് മീ സ്പീക്ക് എന്ന് പറയേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഒരു വീടായിരുന്നു നമ്മുടെ 3 പിള്ളേർ, കൊച്ചുങ്ങളായിരുന്ന സമയത്ത്. ആമ്പിള്ളേർ പ്രത്യേകിച്ച് ആമ്പിള്ളേർക്ക് കുസൃതി കൂടുതല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ തെറ്റിദ്ധാരണ മാറി. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പം അങ്ങനെ ഭയങ്കര ഒരു ബഹളമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അല്ലല്ലേ ഈ അബ്രഹാമിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാം ബഹുസമ്പന്നനാ അല്ലല്ലേ, 318 അഭ്യാസികളുള്ള വീടാണ്. അവരെക്കുറിച്ച് പറയുന്നത് വീട്ടിൽ ജനിച്ച അഭ്യാസികളാണ്. അപ്പോൾ വീട്ടിൽ ജനിച്ചെന്ന് പറയുമ്പോൾ എന്താണ്, അപ്പനും അമ്മയും അവിടെ ഉണ്ട്. പിന്നെ സഹോദരങ്ങളുണ്ട്. ഇന്നത്തെ പോലെ എണ്ണിച്ചുട്ടപ്പം പോലെ 2-3 പിള്ളേരല്ല, ഇഷ്ടം പോലെ മക്കൾ. അപ്പം ഈ അഭ്യാസികളുടെ എണ്ണം തന്നെ വലുതാണ്. അത് നമ്മുടെ കൂട്ട് വല്ലപ്പോഴും ജിമ്മിൽ പോകുന്നവരല്ല, എന്നും അഭ്യാസം
ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇവർക്ക് പോയി ജയിക്കാനൊക്കെ പറ്റിയത്. അവരുടെ കസർത്ത് രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആ ഹൂ എന്ന് വെച്ചുള്ള സൗണ്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവരുടെ കസർത്തോടെ ആയിരക്കണക്കിന് ആട്, 10,000-കണക്കിന് അല്ലെങ്കിൽ പശുക്കൾ, ദാസിദാസന്മാർ എണ്ണിയാൽ ഒടുങ്ങാത്തത്. ചുരുക്കം പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല മുഴുവൻ അവിടെ ഉണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ ഉണ്ട്. എന്നിട്ടും അബ്രഹാമി എന്ന് വിളിച്ചപ്പോഴൊക്കെ അബ്രഹാമിൻ്റെ ചെവി തുറന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര തിരക്കിന് നടുവിലും ട്യൂൺ യുവർ ഇയേഴ്സ് ടു ഹിയർ ദ ഓഡിബിൾ വോയിസ് ഓഫ് ദി ലോർഡ്. ദൈവശബ്ദം കേൾക്കുവാൻ ചെവി തുറന്നിരിക്കണം. ദൈവം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന്. അല്ല, എന്നും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി എനിക്ക് തുളച്ചിരിക്കുന്നു, എൻ്റെ നാവിനെ അവൻ ഉണർത്തുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി കോൾ ദ റിവൈവൽ. ഹി ഈസ് വെയിറ്റിംഗ് അപ്പ് ടു ഹിയർ ഹിസ് ഓഡിബിൾ വോയിസ്. ഹല്ലേലൂയ. 1992 മെയ് മാസം 8-ാം തീയതി മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഹല്ലേലൂയ വിലാപങ്ങളുടെ പുസ്തകം 4-ാം വാക്യം 4-ാം അധ്യായം 4-ാം വാക്യം കേട്ടിട്ടാ ഞാൻ ജോലി രാജിവെച്ച് കർത്താവിന് വേലയ്ക്ക് ഇറങ്ങിയത്. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ഓഡിബിളായിട്ട് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേട്ടു. അല്ലല്ലേ, ജോലി രാജിവെച്ചിട്ട് കർത്താവിന് വേലയ്ക്ക് ഇറങ്ങിയത് ആ ഒരു ദൈവശബ്ദം കേട്ട. കഴിഞ്ഞ ഏകദേശം 34 വർഷമായിട്ട് ആ ദൈവശബ്ദമാണ് മുന്നോട്ട് നയിക്കുന്നത്. എപ്പോഴും ചെവി കേൾക്കണമെന്നില്ല, പക്ഷെ വായിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കും. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ആരോടും പോയി പരാതി പറയാതെ തുറന്നു വെച്ച വേദപുസ്തകത്തിന് മുമ്പിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് അപ്പാ എന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വചനത്തിലെ അല്ലെങ്കിൽ അക്ഷരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എംബോസ് ചെയ്ത് തെളിഞ്ഞു വരുന്നത്. ഇന്ന് വരെ കാണാത്ത മർമ്മങ്ങൾ വെളിപ്പെട്ട് വരുന്നത്, ഇന്ന് വരെ കേൾക്കാത്ത ദൂതുകൾ അതിരത്തിൽ കൂടെ, ഇന്ന് വരെ പറയാത്ത സൗഖ്യം, ഇന്ന് വരെ കാണാത്ത വിടുതല്, അസാധ്യങ്ങളുടെ കൂമ്പാരങ്ങൾ, മല പോലെയുള്ള വിഷയങ്ങൾ വെള്ളം പോലെ ഒഴുകിപ്പോകുന്നത് വചനത്തിന്റെ വെളിപ്പാടിന് മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ഹല്ലേലൂയ. 1, കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2, ചെവി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 3, ഹല്ലേലൂയ, ഈ നമ്മുടെ സാധാരണ അല്ലെങ്കിൽ MA-യും PhD MDH-ഉം ഡോക്ടറേറ്റും കൊണ്ടൊന്നും ബൈബിൾ മനസ്സിലാകത്തില്ല. അതൊക്കെ ചുമ്മാ നമുക്കൊരു അലങ്കാരമായിട്ടിരിക്കട്ടെ. ഹല്ലേലൂയ, കുറേ അറിവൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷെ വചനം അറിയണമെങ്കിൽ, വചനത്തെക്കുറിച്ച് അറിയണം. ഹല്ലേലൂയ, എന്നാൽ വചനം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവം ബുദ്ധി തുറന്നേ ഒക്കത്തുള്ളൂ. ലൂക്കോസ് 24:45. ലൂക്കോസ് 24:45. വേഗം വേഗം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു എന്നാണ് വായിക്കുന്നത്. എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ, അവർ തിരിച്ച് യെരുശലേമിൽ വന്നു. അവർ വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഹി ഓപ്പൺ ദെയർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദേ മേ ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കണം. കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ നിങ്ങളങ്ങ് കൈവച്ച് അങ്ങ് പ്രാർത്ഥിക്കണം. അഭിഷേകം അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളിലുള്ള കൃപാവരം നിങ്ങൾ ജ്വലിപ്പിക്കണം. ഫാൻ ഇൻ ടു ഫ്ലെയിം എന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആരും ഒരു കൃപയും കൃപാവരം തരാതെ ദൈവം ആരെയും വിളിച്ചിട്ടില്ല. ഇഫ് യു ആർ അക്സെപ്റ്റഡ് ജീസസ് ആസ് ദ പേഴ്സണൽ സേവിയർ and obeyed the water baptism, filled with the Holy Spirit, walking a life that worthy of your calling, I am pretty sure and I promise you that you are filled with the gift of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ മേലുണ്ട്. അല്ലല്ലേ, അത് എന്താണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. അല്ലല്ലേ, നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. അവസാനത്തെ 10 മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി ഇന്ന് രാത്രി ചിലവഴിക്കുവാൻ എനിക്ക് നിയോഗമുള്ളത്. പ്രാർത്ഥിച്ച് അല്ലല്ലേ, നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങളുടെ ജയം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചില വിടുതലുകളുണ്ട്. ഇന്ന് രാത്രി നിങ്ങളത് ഏറ്റെടുക്കണം. വേറെ ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്തൊരു മേഖലയിലാണ് നിങ്ങളായിരിക്കുന്നത്. ഇഫ് യു ആർ കൺഫൈൻഡ് ഇൻ സച്ച് തിങ്സ്. അല്ലടിയ, പൗലോസും ശീലാസും ഇരിക്കുന്ന കാരാഗ്രഹത്തിനകത്ത് പത്രോസിന് പ്രവേശനമില്ല. പൗലോസും ശീലാസും ഇരിക്കുന്ന കാരാഗ്രഹത്തിനകത്ത് മർക്കോസിന് ചെല്ലാൻ കഴിയത്തില്ല. അതിനകത്ത് അവർക്കൊരു മിനിസ്ട്രി ഉണ്ട്. അതാണ് അവരുടെ വഴികളെ തുറക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ആത്മീയ യുദ്ധക്കളമായി ജയമായി മാറാൻ പോകുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. നല്ല കാര്യം. നിങ്ങൾ തന്നെ കലത്തെ വെച്ച് കർത്താവേ ഇത് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന്. എക്സാം പാസ്സാകുന്നതിന് മുമ്പ് യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദ സർട്ടിഫിക്കേഷൻ ഇയർ. അതിന് മുമ്പ് പ്രാർത്ഥിച്ചാട്ട് ഒന്ന് പരീക്ഷിച്ചാട്ട് 2026 ശേഷിച്ച മാസങ്ങളിൽ ദൈവം നിങ്ങളുടെ ബുദ്ധി തുറക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി കാണും. ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. അല്ലല്ല, നിങ്ങൾക്കറിയാവുന്ന ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടൊന്നും ഈ ജീവിക്കാൻ കഴിയത്തില്ല. കാലഘട്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ ബുദ്ധി തുറക്കേണ്ടതിന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം. അവരെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവരുടെ മേൽ തലയിൽ കൈവച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ബുദ്ധിയെ തുറക്കും. തിരുവെഴുത്ത് തിരിച്ചറിയുവാൻ ദൈവം ബുദ്ധിയെ തുറക്കും. ഓക്കെ, യേശുവിൻ്റെ അടുക്കലേക്ക് ആളുകൾ തിങ്ങിക്കൂടിയതിൻ്റെ കാരണം വചനം കേൾക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ഈ വചനം കേൾക്കേണ്ടതിനെ കുറിച്ച് ഇത്ര നേരം പറയാൻ എനിക്ക് സമയം കിട്ടിയുള്ളൂ. അടുത്ത 10 മിനിറ്റ് അവസാനിപ്പിക്കാം. അതിൻ്റെ 2-ാം വാക്യം തൊട്ട് വായിച്ചിട്ട്, ലൂക്കോസ് 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വേഗം. അങ്ങനെ തിരക്കുള്ളപ്പോൾ യേശു അവിടെ ഗെനസറിൽ നിൽക്കുമ്പോൾ അല്ലല്ല, ഒഴിഞ്ഞ 2 പടക് കരയ്ക്ക് അടുത്തിരിക്കുന്നത് യേശു കണ്ടു.
കണ്ടു. അല്ലെങ്കിൽ 2 empty boats, 2 പടക് ഒഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് എൻ്റെ പ്രത്യേകത, മീൻപിടുത്തക്കാർ പുറത്തിറങ്ങി എന്ത് ചെയ്യുമായിരുന്നു? വല കഴുകുകയായിരുന്നു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇനി മീൻ പിടിക്കാൻ പോവുകയല്ല. വല കഴുകുന്നത് മീൻ പിടിച്ചതിന് ശേഷമാണ്, മടക്കി വെക്കുകയാണ്. മടക്കി വെച്ച വലയാണ്. ഇന്ന് രാത്രി അത് സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കും. സ്തോത്രം ഹല്ലേലൂയ. 2 പടക് കരയ്ക്ക് അടുത്തിരിക്കുന്ന കാരണം മീനും ഇല്ല, മീൻപിടുത്തക്കാരും ഇല്ലാത്ത അബാൻഡൻ ബോട്ടാണ്. മീനും ഇല്ല, മീൻപിടുത്തക്കാരും ഇല്ല. വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്, കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴിഞ്ഞ 2 പടക, ശൂന്യമായ 2 പടകുകളാണ്. പക്ഷേ യേശു അതിൽ ശീമോനുള്ളതായ, അടുത്ത വാക്യം, ശീമോനുള്ളതായ ഒന്നിൽ യേശു എന്ത് ചെയ്തു? കയറി. അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കണം, വലിയൊരു പുരുഷാരം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വലിയൊരു പുരുഷാരം. ആ പുരുഷാരത്തിൽ നിന്ന് യേശുവിൻ്റെ കണ്ണ് പതിഞ്ഞത് ഒഴിഞ്ഞ 2 പടക്. അവസാനം യേശു എവിടെ എന്തോ ഒന്നിൽ കയറി. ശ്രദ്ധിക്കണം, എന്തൊരു വളരെ ഹല്ലേലൂയ. ഭൂലോകമാകുന്ന സമുദ്രത്തിനകത്ത് ഹല്ലേലൂയ തിരകളും തിരമാലകളും ഒക്കെ ഉള്ള ഇടത്ത് എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങളുണ്ട്. അവിടെയാണ് യേശുവിൻ്റെ കണ്ണ് എൻ്റെ മേൽ പതിഞ്ഞത്. 2000 വർഷത്തിന് മുമ്പ് കാൽവരിയുടെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള യാഗമായി തീർന്ന ക്രിസ്തുവേശുവിൻ്റെ ആ കണ്ണ് എൻ്റെ മേൽ പതിഞ്ഞതോർത്ത് 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് ഇന്ത്യയിൽ വെച്ച്, അല്ലെങ്കിൽ ബോംബെയിൽ വെച്ച്, ഗുജറാത്തിൽ വെച്ച്, സൗദിയിൽ വെച്ച്, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് വെച്ച്, കാനഡയിൽ വെച്ച് ആ കണ്ണ് നിങ്ങളെ കണ്ടു. നിങ്ങൾ ഒഴിഞ്ഞവരാണെന്ന്. ജീവിതയാത്രയിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, അറിവില്ല, ഹല്ലേലൂയ. ജീവിതയാത്രയെല്ലാം ശൂന്യമാണെന്നറിഞ്ഞ് യേശു ആ പടകിലേക്ക് കാലെടുത്ത് വെച്ചു. അതാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 1-ാം ഭാഗം എന്ന് പറയുന്നത്. ജീസസ് ഫൗണ്ട് us. അവൻ നമ്മളെ കണ്ടു. ഹല്ലേലൂയ. 2-ാം ഭാഗമാണ്, ആ പടകിലോട്ട് കയറിയ ഉടനെ യേശു എന്ത് പറഞ്ഞു? ശീമോനോട് പറയുകയാണ്, ഈ പടക് കരയിൽ നിന്ന് മൂവ് എ ലിറ്റിൽ ഫർദർ. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 2-ാം ഭാഗം. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ക്രിസ്ത്യ ജീവിതത്തിന് 3 വശങ്ങളുണ്ട്. 1-ാം വശം എന്ന് പറയുന്നത് യേശു നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരികയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വിശ്വാസ പ്രസംഗനാണ്. അത് ശവടക്കിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും കൺവെൻഷനാണെങ്കിലും അത് പറഞ്ഞു നോക്കത്തുള്ളൂ. ആരെങ്കിലും ഇഫ് യു ഹല്ലേലൂയ ഈ ഒരു പേഴ്സണൽ എൻകൗണ്ടർ യേശുവുമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഡേ. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. യേശുവിൻ്റെ മകനായി മാറണം. യേശുവിൻ്റെ മകളായി മാറണം. എനിക്കറിയാം എല്ലാവരും വിശ്വാസികളാണെന്ന് പറഞ്ഞാലും വചനം പറയുവാനുള്ള എൻ്റെ ആ നിയോഗം എനിക്ക് മാറ്റാൻ കഴിയത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് വരെ ഇഫ് യു ഡോണ്ട് ഹാവ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ഓഫ് ഫാർ, ഇന്ന് രാത്രി നിങ്ങളുടെ ദിവസമായിട്ട് യേശുവേ എൻ്റെ ഹൃദയത്തിനകത്തേക്കൊന്ന് ഇറങ്ങി വരണമേ. അങ്ങ് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടിയാണ് അങ്ങ് കാൽവറിയിൽ മരിച്ചതെന്ന് ഞാൻ ഹൃദയമായി വിശ്വസിക്കുന്നു, അവിടുത്തെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ നാം രക്ഷിക്കപ്പെടും. 2-ാം ഭാഗം, രക്ഷിക്കപ്പെട്ടാൽ അന്ന് തൊട്ട് വി ആർ ഗോയിങ് ടു വോക്ക് വിത്ത് ജീസസ്. അതാണ് 2-ാം ഭാഗം എന്ന് പറയുന്നത്. യേശുവിൻ്റെ കൂടെ നടക്കണം. ഒരു വലിയ ഒരു കഥ ഞാൻ ഉദാഹരണം പറയാം. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ 3 നഷ്ടങ്ങളുടെ കഥ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ട ആടിൻ്റെ കഥ, നഷ്ടപ്പെട്ട ദ്രഹ്മ, നഷ്ടപ്പെട്ട മകൻ. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ റേഷ്യോ ആണ്. ഹല്ലേലൂയ. ഒന്നാമത് 100-ൽ 1 നഷ്ടപ്പെട്ടു. 100-ൽ 1 നഷ്ടപ്പെട്ടു. രണ്ടാമത് 10-ൽ 1 നഷ്ടപ്പെട്ടു. എല്ലാവരുടെ കൂട്ടത്തിലുണ്ടേ? അത്യാവശ്യം കണക്കറിയാവുന്നവരാണല്ലോ എല്ലാം. ജീവിതമേ ഒരു കണക്കാണല്ലോ അല്ലേ? 100-ൽ 1 നഷ്ടപ്പെട്ടു, 10-ൽ 1 നഷ്ടപ്പെട്ടു. പിന്നെ മകൻ്റെ കാര്യം വരുമ്പോൾ എത്ര? 2-ൽ 1. അപ്പോൾ ഇനി ആ പെർസെൻറ്റേജ് ഒന്ന് പറഞ്ഞാട്ട്. 100-ൽ 1 ആകുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 1%. ഓക്കെ. 10-ൽ 1 ആകുമ്പോൾ 10%. 2-ൽ 1 ആകുമ്പോൾ 50%. ഇതിലേതാ വലുത്? ഏതാ വലിയ നഷ്ടം? 50%. അപ്പം നമ്മളാണെങ്കിൽ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ? 100-ൽ 1 പോയാൽ പോട്ടെന്നേ. ഒരു ആട് പോയ വേറെ ആടിനെ ചന്തയ്ക്കിട്ട് അവൻ പോയി കറങ്ങി അടിച്ച് പോട്ടെന്ന് പറയും. പക്ഷേ ദൈവം അങ്ങനല്ല. അല്ലല്ലേ? കാണാതെ പോയ ആടിനെ തേടിപ്പോകും. ആ 3 ഇടയൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾ ആ 15-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ വായിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ 3 കാലഘട്ടങ്ങളാണ്. ഒന്ന്, 4-ാമത്തെ, നിങ്ങളിൽ ഒരാൾക്ക് 100 ആട്, നിങ്ങൾ സ്ക്രീനോട് നോക്കാട്ടെ. നിങ്ങൾ ഒരാൾക്ക് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. അതിലൊന്നിനെ കാണാതെ പോയി കഴിഞ്ഞാൽ ആ ഇടയൻ 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോകുന്നതിനെ അല്ലെങ്കിൽ കണ്ടു കിട്ടുന്നത് വരെ തേടി നടക്കാതിരിക്കുമോ? സോ ഒന്നാമത്, കാണാതെ പോയ ആടിനെ തേടി പോകുന്ന ഇടയൻ. ആ യേശുവിനെ കണ്ടുമുട്ടിയത് ഓർത്ത് സ്തോത്രം ചെയ്യണം. എന്നെ തേടി വന്നു, എനിക്ക് രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാത്തിടത്ത് പൊന്നിനും വെള്ളിക്കും വിലയേറിയ രക്തങ്ങൾക്കും ഈ ഭൂമിയിലുള്ള സകല അലലിയോ വിലയുള്ള വസ്തുക്കൾ എഴുതി കൊടുത്താലും എൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമായിരുന്നിടത്താണ് യേശു തൻ്റെ ചങ്കിലെ ചോര തന്ന് എന്നെ തേടി വന്നു. അല്ല, ദൈവം മനുഷ്യനായി. ഹല്ലേലൂയ. ദൈവം മനുഷ്യനായി നമ്മെ തേടി വന്ന് നമ്മെ വീണ്ടെടുത്തു, മക്കളാക്കി മാറ്റി, അവകാശികളാക്കി മാറ്റി, പുത്രത്വം തന്നു, അവകാശം തന്നു, സ്വാതന്ത്ര്യം തന്നു, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത വാക്യം, കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച്. കണ്ടുകിട്ടുന്ന അന്ന് തൊട്ട് നമ്മളെ പിന്നെ എവിടെ ഇരുത്തിയേക്കാണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തോളിലാണ്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ നടപ്പെന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തോണല്ലേ, വേർ യു ആർ സിറ്റിംഗ്? നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? യേശുവിന്റെ ചുമലിലാണ്. സന്തോഷമായാലും ഇപ്പം എനിക്ക് ആരുമില്ലെന്നും പറഞ്ഞാൽ പരാതി. ഹല്ലേലൂയ. എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ വിളിക്കാൻ ആരുമില്ല, 2 മാസമായി എന്നോട് മിണ്ടിയിട്ട്. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്?
യേശുവിൻ്റെ തോളിലായിരിക്കുന്നത്. വി ആർ സിറ്റിംഗ് അപ്പോൺ ദ ഷോൾഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളല്ല അപ്പം നടക്കുന്നത്. പാട്ടൊക്കെ പാടിയല്ലേ പരീക്ഷ എൻ്റെ മേലൊക്കെ പാടും, പക്ഷേ പരീക്ഷ വരുമ്പോൾ നമ്മൾ കറങ്ങി നിൽക്കും. പക്ഷേ അല്ലല്ലേ വീഴുന്നത് തീയിലല്ല, പിന്നെ എവിടാന്നാ പറഞ്ഞത്? അത് യേശുവിൻ്റെ തോളിലിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ കഷ്ടതയിൽ എന്തുണ്ട്? യേശുവിൻ്റെ പൂരിൽ താഴ്വൽ കൂടെ കടക്കുമ്പോൾ നീ എന്നോട് കൂടെ ഇരിക്കുന്നു. അണ്ടർനീത്ത് ആർ ദി എവർലാസ്റ്റിംഗ് ആം, കീഴെ എന്തുകൊണ്ട്? ശാശ്വത ഭുജമുണ്ട്. അപ്പം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു 5-6 മിനിറ്റ് ചിലപ്പോൾ ഇന്ന് മുന്നോട്ട് പോകും പാസ്റ്റർ കേട്ടോ. ഒരു കുഴപ്പമില്ല, കാരണം പാസ്റ്റർ പറയും ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു വഴി നാളെ രാവിലെ 8 മണിക്ക് പോയാൽ മതി, അതുവരെ സമയമുണ്ട്. അപ്പം പിന്നെ നമ്മുടെ അണ്ടർനീത്ത് ആർ ദി എവർലാസ്റ്റിംഗ് ആം, കീഴെ എന്തുകൊണ്ട്? ശാശ്വത ഭുജം. രാത്രി കിടന്ന് ഉറങ്ങുന്നത് എവിടെ? പില്ലോയിലൊന്നുമല്ല നിങ്ങൾ ഉറങ്ങുന്നത്. എവിടെ കിടന്നുറങ്ങുന്നത്? 3-ാം സംഘത്തിലെ 3-ാം വാക്യം വായിച്ചിട്ട് അല്ലയ്യ ഞാൻ 4-ാം സംഘത്തിലെ 8-ാം വാക്യം, കിടന്നിറങ്ങുന്നതിന് മുമ്പ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ അല്ലേ യഹോവ എന്നെ. എന്നും വൈകിട്ട് ഏത് 12 അവർ ഡ്യൂട്ടി കഴിഞ്ഞാലും 8 അവർ ഡ്യൂട്ടി കഴിഞ്ഞാലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ വാക്യം പറയണമല്ലയ്യ, ഞാൻ സമാധാനത്തോടെ കിടന്നു. അപ്പോൾ ആനയും കുതിരയും പാമ്പൊന്നും വരുന്നൊന്നും കാണത്തില്ല. ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും, നീ അല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ 3-ാം സംഘത്തിനെന്ത് വായിക്കുന്നുണ്ട്? യഹോവ എന്നെ താങ്ങിയിരിക്കാൻ ഉണർന്ന്. അപ്പോൾ എവിടെ കിടന്ന് ഉറങ്ങി നിങ്ങൾ? അലാറത്തിൻ്റെ സൗണ്ട് അത് കേൾക്കണമെങ്കിൽ ബോധം ഉണ്ടായിട്ടല്ലേ എഴുന്നേറ്റത്? അൾഷിമേഴ്സും ഒക്കെ എത്രയോ പേരുണ്ട്. കഴിഞ്ഞ 4 മാസത്തോടെ എൻ്റെ മാതാവിന് ഓർമ്മയില്ല, ഡിമെൻഷ്യ വന്നായിരുന്നു. ഞാൻ വിളിച്ചാൽ പോലും അറിയത്തില്ലായിരുന്നു ഞാനാണെന്ന്. ആലോചിച്ച് നോക്കി, എത്ര ചുറുചുറുക്കോടെ എത്രയോ വർഷം 78 വർഷം ചുറുചുറുക്കോട് ഓടി നടന്ന ആളാണ്. അല്ലല്ലേ, പ്രാർത്ഥിക്കാൻ പാടാനൊക്കെ ഉത്സാഹമായിരുന്നു. പക്ഷേ ചില 4 മാസമായിട്ട് ഞാൻ ആരാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഒരു നമ്മുടെ ഒരു മെമ്മറി ഡിസ്ക് ഒന്ന് തട്ടിപ്പോയാൽ മതി, തീർന്നു. ഈ പറയുന്ന സ്മാർട്ട്നെസ് ഒക്കെ നമ്മുടെ പോവും. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. അല്ലല്ലിയ, ഒരു മാവലിക്കര എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ മാന്നാറുണ്ടായിരുന്ന ഫാർമസി നടത്തിയ ഒരു സഹോദരൻ അല്ലല്ലിയ, സ്കൂട്ടറിൽ നിന്ന് വീണ് തല കല്ലിലടിച്ചിട്ട് മരുന്നിൻ്റെ പേര് മൊത്തം, നമുക്ക് സന്തോഷം കേൾക്കുമ്പോൾ പുള്ളി ബാക്കിയെല്ലാം ഓർമ്മയുണ്ട്, ഫാർമസിസ്റ്റായിരുന്നു, ഇന്ന് മറന്നുപോയി, മരുന്നിൻ്റെ പേര് മൊത്തം മറന്നുപോയി. വേറൊരു ആൻറ്റി ഞാൻ പരിചയപ്പെട്ടായിരുന്നു, ഇതുപോലെ ഇവിടെ വന്ന് ബസ് ഇടിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. ആ ബസ് നമ്മളെ ഒന്ന് ഇടിച്ചായിരുന്നെങ്കിലല്ലേ അല്ലേ, പിന്നെ ഇംഗ്ലീഷ് മാത്രമേ വായിന്ന് പുറത്ത് വരത്തുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു മെമ്മറിയൊക്കെ ഒന്ന് ഫ്ലിപ്പാവാൻ വേണ്ടി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. അങ്ങനെ ഉള്ളിടത്താണ് ദൈവം എന്നെ താങ്ങിയിരിക്കാൻ. ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം കൈകൊണ്ട് ഉയർത്തിയത് കൊണ്ടാ, ഉയർത്തിയ ദൈവത്തിൻ്റെ കരം പോയിട്ടില്ലെന്നറിയണം. ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലല്ലിയ, ദൈവം ആ താങ്ങി എഴുന്നേറ്റ് കൂടെ നടക്കുന്ന ദൈവം തോളിലാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന്. അല്ലെ, നിങ്ങൾ ഇരിക്കുന്നത് ഞാൻ തനിച്ചല്ലെന്നേ, യേശുവിൻ്റെ തോളിലാണ്. അത് യോർദാന്റെ വൻകാട്ടിലാണെങ്കിലും ചെങ്കടലിൽ കൂടെയാണെങ്കിലും അഗ്നിയിൽ കൂടെയാണെങ്കിലും പെരുവെള്ളത്തിന്റെ നടുവിൽ കൂടെയാണെങ്കിലും ഞാൻ തകരാത്തതിന്റെ കാരണം ഞാനല്ല നടക്കുന്നത്, യേശുവാ നടക്കുന്നത്. ഇഫ് യു റിമെയിൻ ഫെയ്ത്ത്ഫുൾ വെർ യു ആർ അപ്പോയിന്റഡ്, നിങ്ങളെ ആക്കിയെടുത്ത് നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളല്ല നടക്കുന്നത്. യേശുവിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലല്ലിയ, നമ്മുടെ യേശുവിൻ്റെ തോളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ തോളിലെടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ വായും നമ്മുടെ ചെവിയും തമ്മിൽ ഒത്തിരി ക്ലോസ് ആയിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങൾ പോലും സ്വർഗം അറിയുന്നതിൻ്റെ കാരണം നാം അവൻ്റെ തോളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ആദരം അവൻ്റെ ചെവിയോട് ചേർന്നിരിക്കുന്നതാണ്. കൽപ്പനകളെ അനുസരിക്കണം. സ്നാനപ്പെടേണ്ടവർ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. കാരണം യേശു അനുസരിച്ചത്. ആത്മാവിൽ നിറയപ്പെടേണ്ടവർ ആത്മാവിൽ നിറയപ്പെടണം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവർ അങ്ങനെ ചെയ്യണം. കർത്താവ് എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോട്ട് ദ ചർച്ച് ഡിമാൻഡിങ്, നോട്ട് ദ പാസ്റ്റർ ഡിമാൻഡിങ്, വാട്ട് എവർ ദ ബൈബിൾ ഡിമാൻഡ്സ് വി ആർ ഒബ്ലൈഡ് ടു ഒബേ ഇറ്റ്. ദൈവവചനം പറയുന്നത് അനുസരിപ്പാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ആരും അതിൽ നിന്ന് ഒഴിവുള്ളവരൊന്നുമല്ല. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കരസ്പർശനം അറിയണം. എൻ്റെ 3-ാമത്തെ ഭാഗം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1 ഹല്ലേലൂയ, നമ്മെ തേടി വരുന്ന ഇടയൻ. 2, നമ്മളെ തോളിലേറ്റി കൊണ്ടുപോകുന്ന ഇടയൻ. എവിടെ വരെ കൊണ്ടുപോകും, എത്ര നാൾ കൊണ്ടുപോകും എനിക്കറിയത്തില്ല, ആയുസിൻ്റെ അവസാനം വരെ. അന്ന് ഹല്ലേലൂയ എവിടെ കൊണ്ടുപോകുന്നത്? സന്തോഷിച്ച് ചുമലിലേറ്റി വീട് വരെ കൊണ്ടുപോകുമെന്ന് എഴുതിയിരിക്കും 6-ാം വാക്യത്തിൽ. വീട്ടിൽ കൊണ്ടുപോകും. ഇതാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 3-ാം ഘട്ടം. ഈ യാത്രയ്ക്ക് ഒരു അറ്റമുണ്ട്. അതൊരു പുതിയ യാത്രയാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു മനുഷ്യനെ എൻ്റെ കൂടെ ആരും ഇല്ലെന്നും കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഈ പാസ്റ്റർമാർക്കൊക്കെ നിരാശ വരും. അല്ല, നിങ്ങൾ അതുകൊണ്ട് പാസ്റ്റർമാരൊന്നും ഇൻസുലേറ്റഡ് ഗ്രൂപ്പും ഐസൊലേറ്റഡ് ഗ്രൂപ്പൊന്നും അല്ല. അവരെല്ലാം ഹല്ലേലൂയ നിരാശയുള്ളവരാണ്. വലിയൊരു വർഷിപ്പ് ലീഡർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ആസാഫ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആസാഫ് സങ്കീർത്തനക്കാരാണ്. പുള്ളി ഒത്തിരി സങ്കീർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട്. 71-ാം സംഘത്തിൽ 71-ാം സംഘത്തിനൊക്കെ നമ്മുടെ കൂട്ടൊന്നുമല്ല, ഇവരുടെ പാട്ടുകാരുടെ കൂട്ടൊന്നുമല്ല, മോസസിൻ്റെ കൂട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ പേരെടുത്തില്ല, വേണമെങ്കിൽ ചെയ്യില്ല കേട്ടോ, വേണമെങ്കിലും എനിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, കാരണം അവർ ഈ പുള്ളി പാട്ട് പാടുകയും ചെയ്യും, പാട്ട് എഴുതുകയും ചെയ്യും. ഇനി നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഗിറ്റാറിന് മോനെ 6 കമ്പിയല്ലേ ഉള്ളു, സന്ദീപ് എന്തോ അല്ലേ, 6 ഉള്ളു.
പുള്ളി വായിക്കുന്നത് 42 ഉള്ളായിരുന്നു. കിന്നരമൊക്കെ 42. ഈ 6 പിടിക്കാൻ പെടുന്ന പാട് നമുക്ക് അറിയാം. ഈ 42 ഉള്ളതൊക്കെ വെച്ചുകൊണ്ടാണ് ദാവീദൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഭൂതം ഇളകാതിരിക്കുന്നത്, ഇവൻ്റെ കട്ടപ്പാട് കാണുമ്പോൾ ഭൂതം തന്നെ ഇളകി പോകത്തില്ലേ. അങ്ങനെ കിന്നര വായനയിൽ നിപുണനായിരുന്നു എന്നൊക്കെ വായിക്കുന്നത് അല്ലേ. അങ്ങനെ ആസാഫും പാട്ടുകാരനായിരുന്നു, സോങ് റൈറ്ററായിരുന്നു, മ്യൂസിക് കമ്പോസ് ചെയ്യുമായിരുന്നു, ട്യൂൺ ചെയ്യുമായിരുന്നു, സംഗീത പ്രമാണിയായിരുന്നു. പുള്ളി പാട്ട് എഴുതിക്കൊണ്ട് വന്നിട്ട് പാട്ട് പാടുമായിരുന്നു. അങ്ങനെ രാവിലെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഭയങ്കര വർഷിപ്പ് ലീഡറല്ലേ. വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു തെറ്റായ പദമാണ്, ഞാൻ ഇപ്പോൾ തിരുത്തുന്നില്ല, അല്ലല്ലേ. ലീഡ് വർഷിപ്പർ എന്നുള്ളതാണ് യഥാർത്ഥ പദം. അങ്ങനെ പുള്ളി ഈ പാട്ടൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ പാസ്റ്റർക്ക് ടെക്സ്റ്റ് ചെയ്തു, ഞാൻ ഇന്ന് പാസ്റ്റർ വരുന്നില്ല, എന്നാലോചിച്ച് നോക്കിയിട്ട് രാവിലെ പാട്ട് പാടുന്ന ആൾ പാസ്റ്റർക്ക് ടെക്സ്റ്റ് ചെയ്യാണ്, അല്ലല്ലേ, ഇന്ന് എനിക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങൾ പാടിയുള്ള ഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അല്ലേ. ഞങ്ങൾക്ക് ഈ അത്യാവശ്യം താലന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു കൃപ ഇല്ലെങ്കിൽ പെട്ടുപോയില്ലേ, അന്നത്തെ സഭായോഗം അലങ്കോലപ്പെടും. ദാവീദ് പിന്നെ ആരെയും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. എന്താ കാരണം? 71 സങ്കീർത്തനം, നമ്മളെ ജസ്റ്റ് യു ക്യാൻ പുട്ട് ഓൺ സ്ക്രീൻ. 71 സങ്കീർത്തനം ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഹല്ലേലൂയ, ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. അതൊക്കെ എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ അടുത്ത വാക്യം ഹല്ലേലൂയ, ഞാൻ ഏകദേശം ഇടറി എൻ്റെ കാലുകളൊക്കെ അങ്ങ് വഴുതിപ്പോയി, കാരണം ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടപ്പോൾ എനിക്ക് അഹങ്കാരികളോട്. പുള്ളി ഇങ്ങനെ രാവിലെ വിൻഡോ തുറന്ന് നോക്കിയപ്പോൾ അടുത്ത 3ാമത്തെ നില പണിയുന്നു. പള്ളിയിൽ പോകത്തില്ല, സ്തോത്രം പറയത്തില്ല, സ്തോത്രാഴ്ച ഇടത്തില്ല. പക്ഷെ അവനൊരു കുഴപ്പവും, അതാ സംഘത്തിന് 20 കാര്യങ്ങളാണ് പറയുന്നത്, ഒരു കുഴപ്പമില്ല. പുള്ളി പാട്ടും പാടത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, മീറ്റിങ്ങിനും പോകത്തില്ല, കറങ്ങി നടക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ പുള്ളിക്ക് ഒരു കുഴപ്പവും ഇല്ല. കുഞ്ഞുങ്ങളുടെ വിവാഹ സമയത്ത് നടക്കുന്ന വിസ കറക്റ്റ് സ്റ്റാമ്പ് ചെയ്യുന്നു, എല്ലാം പുള്ളിക്ക് ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം, ഒരു കുഴപ്പമില്ല. അവിടെ വായിക്കുന്നത് പുഷ്ടി കൊണ്ട് കണ്ണിങ്ങനെ ഉന്തി നിൽക്കുന്നതാണ്, ഒതളഞ്ഞാൽ പോലെ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. എല്ലാം വളരെ ഒരു കുഴപ്പമില്ല, ഒരു ക്ഷീണമില്ല. ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റിന് പോലും പോകേണ്ട കാര്യം പുള്ളിക്കില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയുന്നത് എന്തായി പോയി, വെറുതാവിലായി. 73 സങ്കീർത്തനമാണ്. വെറുതാവിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പള്ളിയിൽ പോകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ പുള്ളി അവസാനം വിഷമിച്ച് 2 വാക്യങ്ങൾ ഇടണ മക്കളെ, 23, 24, 25. അവസാനം വിഷമിച്ച് പള്ളിയുടെ ഏറ്റവും പുറകിലല്ല ജിതിനിരിക്കുന്ന പോലെ വന്നിരുന്നു. ചുമ്മാ പറഞ്ഞു കേട്ടോ, അവിടെ വന്നിരുന്നു. ഇന്ന് എനിക്ക് പാട്ട് പാടാൻ വേണ്ട, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇന്ന് എനിക്ക് വിഷമമാണ്, ഇന്ന് എനിക്ക് വേദനയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ ഇതെല്ലാം കണ്ടിട്ട് കർത്താവെ ഞാൻ പാടിയത്, ഞാൻ പ്രസംഗിച്ചത്, ഞാൻ ആരാധിച്ചത്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നത്, നിലകൊണ്ടത്, കൊടുത്തത് എന്തെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തു. എൻ്റെ വീട്ടിൽ ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ സമയത്ത് നടക്കുന്നില്ല, ജോലിയുടെ വിഷയങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കുന്നില്ല, പാട്ടിന് കുറവുണ്ടായിട്ടോ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടായിട്ടല്ലോ, ആരും എന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറയുമ്പോഴാണ് അതിൻ്റെ 23 ഒന്ന് വായിച്ചാലും മതി. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ, 23 വാക്യമാണ്. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് പുള്ളി പറയാണ്, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ആരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും ഐ ക്യാൻ ഫീൽ ദ വാംനെസ് ഓഫ് യുവർ ടച്ച്. ആരോ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി അത് ഫീൽ ചെയ്യണം. ഐ ആം എക്സ്പീരിയൻസിങ്, ഐ ആം ഫീലിംഗ് ദാറ്റ് ടച്ച് ഓഫ് ദ ഓൾമൈറ്റി ഗോഡ് ത്രൂ ഔട്ട് മൈ ലൈഫ്. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ വലങ്കൈ, വെൻ യു ആർ റൈറ്റിംഗ് യുവർ എക്സാം, വെൻ യു ആർ ഫില്ലിംഗ് യുവർ ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, ജസ്റ്റ് ഫീൽ ദ പ്രസൻസ് ദാറ്റ് ഗോഡ് ഈസ് ഹോൾഡിംഗ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. ദൈവം നിങ്ങളുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അല്ലല്ലേ, ദൈവം അതങ്ങ് ഫീൽ ചെയ്യണം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. സ്റ്റോറി ഇതെല്ലാം കണക്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷയില്ല. ഈ മോശ ചെങ്കടലിൽ മുറിച്ച കഥ എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം. ആർക്കും അറിയാത്ത ആരൊന്നുമില്ല. അത് അറിയാത്ത ആരോട് എങ്ങനെ മുറിച്ചെന്നറിയാം? മോശ എങ്ങനെ ചെങ്കടൽ മുറിച്ച്? സത്യത്തിൽ മോശ അഹരോനെ വടി ഉയർത്തി. ഇനി വഴക്കുണ്ടാക്കണ്ട, അവർ ചേട്ടനോട് കുടുംബകാലം ഉണ്ടാക്കണ്ട. ഓക്കെ, അത്ഭുതങ്ങൾ മിക്കവാറും ചെയ്തതും അഹരോനാണ് വടി ഉയർത്തിയത്. മോശ അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യമേ ഉള്ളൂ. ഓക്കെ, മോശ വടി ഉയർത്തി. അപ്പം 6 ലക്ഷം കുടുംബങ്ങൾ കാണുന്നത് എന്താ കാണുന്നത്? നിങ്ങൾക്ക് ആ പിക്ചർ തരാൻ വേണ്ടി ഞാനിങ്ങനെ സാവധാന ഭാഷയെ പറയുന്നത്. 6 ലക്ഷം പുരുഷാരം കാണുന്നു. അല്ലല്ല, മോശ ചെങ്കടൽ തീരത്ത് കരമുയർത്തി, അല്ലെങ്കിൽ ഏകദേശം 80 വയസ്സുള്ള വൃദ്ധനായ മനുഷ്യൻ കരമുയർത്തി നിൽക്കുന്നു, കയ്യിലൊരു വടിയുണ്ട്. അതാണ് അവർ കാണുന്നത്. പക്ഷേ ജനങ്ങളാരും കാണാത്തൊരു കാഴ്ച ആത്മാവിൽ നിങ്ങൾ അറിയണം. എങ്ങനെയാണ് ആ ചെങ്കടൽ മുറിഞ്ഞെന്ന് അറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതയാത്രയിൽ അത് നിങ്ങൾ ഇന്ന് രാത്രി യു നീഡ് ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ്. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പാടാൻ നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോഴൊക്കെ ഇത് നിങ്ങൾക്ക് അനുഭവമാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. യെശയ്യാ 63, 12 and 13. ഇത് വായിക്കില്ല, തിരിച്ചു വരും. ഇവിടെ വായിക്കുന്നതാണ്, പ്രവാചകൻ തൻ്റെ ദർശനത്തിൽ പ്രവാചകൻ കാണുകയാണ്. ഉറക്കെ വായിച്ചു, നോക്കി വായിച്ചു. ആരെങ്കിലും വായിക്കറിയാവുന്നവർ?
തന്റെ മഹത്വമുള്ള ഭുജം, ദൈവം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ, മോശയുടെ വലം കൈയിൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും. ചെങ്കടല് മുറിക്കുന്ന സമയത്ത് 6 ലക്ഷം പുരുഷാരം കണ്ടത് മോശയുടെ കൈയും മോശയുടെ കയ്യിലെ വടിയും. പക്ഷെ അവിടെ ആരും കാണാത്ത മോശയുടെ കൈയുടെ മേൽ അത്യുന്നതന്റെ കൈ വെച്ചിരുന്നു. ഹല്ലേലൂയ. മോശയുടെ കൈയുടെ മേൽ അത്യുന്നതന്റെ വലങ്കരം വെച്ചത് കൊണ്ടാണ് പെരുവെള്ളം 2ആയിട്ട് മാറിയത്. ഇന്ന് രാത്രി നിങ്ങൾ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷയിൽ എന്നെ പിടിച്ചൊരു ദൈവമുണ്ട്. എൻ്റെ പൊട്ടക്കിണറ്റിൽ നിന്ന് എന്നെ ഉയർത്തൊരു ദൈവമുണ്ട്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് കൺഫസ് ചെയ്ത് പറയാൻ പറ്റും? എൻ്റെ വലം കൈക്ക് എൻ്റെ ദൈവം പിടിച്ചിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ എലക്വൻസി, ഇറ്റ്സ് നോട്ട് ബിക്കോസ് മൈ നോളജ്, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ എക്സംപ്ലറി ലൈഫ് സ്റ്റൈൽ, ഓൺലി ബിക്കോസ് ഹി ഈസ് ഹോൾഡിംഗ് വിത്ത് മീ വിത്ത് റൈറ്റ് ഹാൻഡ്. ദൈവത്തിൻ്റെ വലങ്കരം പിടിച്ചത് കൊണ്ടാണ് ഇന്ന് വരെ വന്നതെന്ന്. വീഴാതെ വണ്ണം, താഴാതെ തളരാതെ ഇതുവരെ വന്നതിൻ്റെ കാരണം ആഴിയം നോർക്കാതെ, ആഴമളക്കാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി ഇവിടെ വരെ വന്നതിൻ്റെ കാരണം നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി അത് ഫീൽ ചെയ്തിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോകാം. അത് നിങ്ങൾ അങ്ങ് ഫീൽ ചെയ്താട്ടെ. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഓ, എൻ്റെ വലം കൈ പിടിച്ചവനെ എനിക്കറിയാം, എൻ്റെ വലം കൈ പിടിച്ചവനെ എനിക്കറിയാം. എൻ്റെ കുടുംബത്തിൻ്റെ വലം കൈ, എൻ്റെ കുഞ്ഞിൻ്റെ വലം കൈ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി പിടിച്ചവനെ എനിക്കറിയാം, എൻ്റെ ഭാവി അറിയുന്നവനെ എനിക്കറിയാം. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസാഫിന് നിരാശ അങ്ങോട്ട് മാറിയെന്നേ. ആലയത്തിൽ മൗനമായിരുന്നവൻ, ആലയത്തിൽ പുറകിലിരുന്നവൻ, പാട്ട് പാടുന്നില്ലെന്ന് തീരുമാനിച്ചവൻ, ഹൃദയം മുറിഞ്ഞു പോയവൻ, ഹൃദയം തകർന്നു പോയവൻ, അവൻ്റെ തോളിൽ ആരോ കൈവെക്കുന്ന പോലെ തോന്നി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകലരോടും ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ആരും സ്പർശിക്കാനില്ലെങ്കിലും ദൈവത്തിൻ്റെ വലങ്കരം നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. ചെങ്കടൽ മുറിക്കുന്ന ആ വലങ്കരം മോശയുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ കൈ ഉണ്ടായിരുന്ന കൊണ്ടാണ്. യഹോവയുടെ കൈ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. നെഹമ്യാവ് പറഞ്ഞില്ലേ, എസ്രാ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ കൈ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ആസാഫ് പറയുന്ന രണ്ടാമത്തെ പദം ഇതാണ്. ഹല്ലേലൂയ. നിന്റെ ആലോചനയാൽ നീ എന്നെ എന്ത് ചെയ്യും? വഴി നടത്തും. അല്ലേ? കൈ പിടിച്ചെന്ന് മാത്രമല്ല, ഓരോ ചുവടും ദൈവം പറഞ്ഞുകൊണ്ട് തരും. അതെൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോക്ക് അല്ലെങ്കിൽ സന്തോഷകരമായി മാറുന്നത് ആലോചനയാൽ എന്നെ വഴി നടത്തും. മൂന്നാമത് ഇവിടം കൊണ്ട് തീരത്തില്ല, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് ചേർത്ത് കൊള്ളും. അത് കഴിഞ്ഞിട്ട് പുള്ളി പാട്ടിൻ്റെ 2 കോറസ് എഴുതി. അതാണ് റിയൽ വർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് എൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്. സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും കൺഫേംഡ് ആണ്. സ്വർഗ്ഗത്തിൽ എനിക്ക് അവിടെ പിന്നെ വേറെ ആയിരുന്നു? വിശ്വാസിനെ കാണാനാണെങ്കിൽ സ്വർഗ്ഗത്തിൻ്റെ കൂടെ ആയിരിക്കില്ല. സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ. അടുത്ത പദം, അന്ന് തൻ്റെ പാട്ടിൻ്റെ ട്യൂണ് മാറി. ഭൂമിയിലും ഇനിയും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ദിസ് ഈസ് എക്സാക്ട്ലി ദ ട്രൂ വർഷിപ്പ്. സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും ഇന്നു മുതൽ നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഐ വിൽ നെവർ കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തത്തില്ല, മറ്റുള്ളവരുടെ ഉയർച്ച നോക്കത്തില്ല, മറ്റുള്ളവരുടെ തകർച്ച നോക്കത്തില്ല. എനിക്ക് ഭൂമിയിൽ എൻ്റെ യേശു ഉണ്ട്. ഹല്ലേലൂയ. തനിച്ചിവിടെ ദൈവമല്ല, പത്രോസിനോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന യേശു. യാത്ര ചെയ്ത് നമ്മൾ ആ സംഭവം പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ യേശു സംസാരിച്ച് തീർന്ന ശേഷം ലൂക്കോസ് 5:4 വാക്യം. ഇതുവരെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ കണക്ക് പത്രോസിൻ്റെ വയറ്റിൽ കൂടെ തീ ആളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മീനും പിടിക്കാഞ്ഞിട്ടാണ് വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് വലിയ ഉപജീവന മാർഗ്ഗമാണ് എല്ലാം അടഞ്ഞിരിക്കുന്നത്. പക്ഷേ യേശു ശീമോനോട് പറഞ്ഞു, പടകിൻ്റെ വലത്തു ഭാഗത്തേക്ക് വലയിറക്കിയ. ഹല്ലേലൂയ. അന്നേരമാണ് ശീമോൻ പറഞ്ഞത്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഞാൻ വെറുതെ രാത്രി ഐ വാസ് നോട്ട് വേസ്റ്റിംഗ് മൈ ടൈം. ദ ഹോൾ നൈറ്റ് ഐ വാസ് ടോയിലിംഗ്. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിക്കുകയായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും വാക്കാണ്. 2 വർഷമായി, 3 വർഷമായി, 5 വർഷമായി, 8 വർഷമായി അധ്വാനിക്കാഞ്ഞിട്ടല്ല, പ്രയോജനം ഹല്ലേലൂയ ആയ പലതും എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പദം ഇന്ന് രാത്രി ഏറ്റു പറയണം. I have written that exam. I tried my best. I applied everywhere. Hallelujah. But hallelujah, I could not see anything as a positive result in my life. But hallelujah, nevertheless, at your word. ഇന്ന് രാത്രി നിന്റെ വാക്കിന്. ഇനി ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന പദം. യേശു പത്രോസിനോട് പറഞ്ഞില്ല വേറെ കടലിൽ പോകാൻ. ഏത് ഗലീല കടൽ കഴിഞ്ഞ രാത്രി നിനക്ക് മത്സ്യം തന്നില്ലയോ? ഞാൻ ഈ പറയുന്ന ദൂത് നിങ്ങളോട് ചേർത്ത് വെച്ച് കെട്ടാമെങ്കിൽ ചേർത്ത് വെച്ച് കോർത്തിണക്കിക്കോ. ഹല്ലേലൂയ. സ്ഥലം മാറുവാനല്ല ദൈവത്തിൻ്റെ ആലോചന. ഏത് ഗലീല കടലിൽ നിങ്ങൾക്ക് മത്സ്യം തന്നില്ലയോ, അവിടെ നിന്ന് വചനത്തിൻ്റെ ശക്തിയാൽ അവൻ നിങ്ങൾക്ക് മീൻ തരും. വിശ്വസിക്കുന്നോ നിങ്ങൾ? റീബാല ഷഗൻ. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിക്കും.
ഏത് ഗലീല കടലിൽ കഴിഞ്ഞ രാത്രി നിങ്ങളെ നോക്കി പല്ലിളിച്ച് കാട്ടിയോ, അതേ ഗലീല കടലിന്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ ഒരു നന്മ പിടിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. യേശു പത്രോസിനോട് പറഞ്ഞില്ല വേറൊരു വല വാങ്ങുവാൻ, ഈ വല കൊള്ളാഞ്ഞിട്ടാണെന്ന്. ഏതു വല മടക്കി വെച്ചോ, എൻ്റെ ഈ കോഴ്സ്, എൻ്റെ ഈ ഡിഗ്രി പ്രയോജനമില്ലെന്ന് പറഞ്ഞ് നീ മാറ്റി വെച്ചതിനെ നോക്കി ആത്മാവ് ദൂത് പറയുന്നു, അതേ വല കൊണ്ട് ഞാൻ മത്സ്യം പിടിപ്പിക്കും. വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിച്ച് ആത്മാവിലേറ്റ് പറയാം, ഈ വല നീ വീണ്ടും വിരിക്കും. നീ മടക്കി വെച്ച വല, മാറ്റിവെച്ച വല, നീ മാറ്റിവെച്ച വല കൊണ്ട് തന്നെ നിന്നെ മത്സ്യം പിടിപ്പിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഈടബര സിഖാരി ബലം ധരാധന റേഖാരാമന ഹതരാധകന ശബലരകാരി ബലം ധരാദിയാര ഉടബന രഗരബലബ്ധര ജാനകലംധര ഹല്ലേലൂയ. ഉടബാരകടകലംധര ജാരികനസ്തര ജാന ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതേ പടക്, അതേ വല, അതേ കടല്. ഹല്ലേലൂയ. യേശു പത്രോസിനോട് പറഞ്ഞില്ല നിന്റെ കുഴപ്പമാ കുഞ്ഞെ, അതുകൊണ്ട് വേറൊരാളെ ഞാൻ ആക്കില്ല. അതേ ശീമോൻ, അതേ വല, അതേ പടക്, അതേ കടല്. ഒറ്റ വ്യത്യാസം, നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കുന്നു. ഇന്ന് രാത്രി അതിനൊന്ന് തയ്യാറാകുവാൻ എത്ര പേര് ഹല്ലേലൂയ സമർപ്പിക്കും? ഹല്ലേലൂയ. The same course, the same profession, the same career, same experience, same certificate, same place, same authority, hallelujah, same facility, but a difference tonight we are trying with the power of the word of God. ഇന്ന് രാത്രി നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വാസത്തോടെ റിസീവ് ദാറ്റ് മിറക്കിൾ ഇൻ ജീസസ് നെയിം? നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്, യേശുവിന്റെ വചനത്തിന് ഞങ്ങൾ വലയിറക്കും. ഓ റബാലബ ശമനാരിഖാരാധന. യേശുവിന്റെ വാക്കിന് ഇന്ന് രാത്രി, യേശുവിന്റെ വചനത്തിന്, യേശുവിന്റെ വചനത്തിൽ ആ എക്സാം പാസ്സാകട്ടെ, യേശുവിന്റെ വചനത്തിൽ ആ ക്ഷീണം മാറട്ടെ, യേശുവിന്റെ വാക്കിന് ആ കരിയറിൽ ഒരു ഉയർച്ച, യേശുവിന്റെ വചനത്തിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ വാക്കിന് കുടുംബ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഉഡാരാമ സിയാരാബാല